കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്നത് ഒരു ടീച്ചിങ് മെസ്സേജൊക്കെയാണ്. പക്ഷേ ഇതെങ്ങനെ ഈ സഭായോഗത്തിൽ കർത്താവ് കണക്ട് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ദൂത് തന്ന ദൈവമാണെങ്കിൽ കർത്താവ് സഹായിക്കാതിരിക്കത്തില്ല. നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഒരു ദിവസം, ഞാൻ ഇച്ചിരി താമസിച്ച് നിർത്തുന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം 7:45 മീറ്റിങ്ങിന് തന്നു, 8:15 നിർത്തി. ഒന്നീ ദൈവസാന്നിധ്യം ശക്തമായി വരണം, പെട്ടെന്ന് നിർത്തും. ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മൾ 5 മണി വരെ പോകും. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്? ഇല്ല, എനിക്കൊരു ടൈം തന്നിട്ടുണ്ട്, ഞാൻ നിർത്താം. 8:15 ഞാൻ മീറ്റിംഗ് എല്ലാം നിർത്തി. പിന്നീട് 3/4 മണിക്കൂറുണ്ട്. കാരണം പ്രസംഗം കേൾക്കാൻ ആരുമില്ല, എല്ലാവരും പോയെന്നല്ല, അങ്ങനൊരു ദൈവസാന്നിധ്യം അവിടെ ചലിച്ചു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവസാന്നിധ്യം ചലിച്ചാൽ നമുക്കത് അടച്ചു വെക്കാം. അതുവരെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുവാണെങ്കിൽ നിങ്ങളെ ദൈവം സ്പർശിച്ചിരിക്കും. പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ ആമേൻ ഓർമ്മിച്ചൊരു വാക്ക്. നിങ്ങൾക്കിതെല്ലാം മനസ്സിലാകുമെന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കി തരാനുള്ള ആമേൻ ശുശ്രൂഷയോ പരിജ്ഞാനമോ ഒന്നും എനിക്കില്ല. പക്ഷെ എവിടെയോ കർത്താവ് നമ്മളെ കരുണ കാണിക്കും, കർത്താവ് നമ്മളെ സഹായിക്കും. ഒരു വാക്കെങ്കിലും പിടികിട്ടുവാണെങ്കിൽ അത് മതി. അവിടെ നിങ്ങൾ പിടിച്ചോണം, ഒരാമയും പറഞ്ഞോണം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ. 2 പത്രോസ് 1:10. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒന്നുകൂടെ ആ വാക്യം തന്നെ ഒന്ന് ആവർത്തിക്കാം. അത് 10 വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒരാമേൻ പറഞ്ഞാട്ട് ഇന്ന് നിങ്ങളോട് എനിക്ക് ദൂത് പറയാനുള്ള സന്ദേശം, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. ഒരാമേൻ പറഞ്ഞാട്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് വിളിക്കപ്പെട്ടവരോടെയാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്ന ചില ദൂതുകൾ ഞാൻ ഒരു പേപ്പറിൻ്റെ കഷ്ണത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ആമേൻ. അതൊക്കെ പരിശുദ്ധാത്മാവ് നിയോഗമുള്ളപ്പോൾ ഓരോന്നായി നിങ്ങളുമായി പങ്കുവച്ച് ഈ ദൂതുമായി പരിശുദ്ധാത്മാവ് ആമേൻ സഞ്ചരിക്കുമ്പോൾ തന്ന ചില ദൈവശബ്ദങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഈ കൊരിന്ത്യ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, അതും കൂടെ ഒന്ന് എടുക്കാമോ? 7:17. 1 കൊരിന്ത്യ ലേഖനം 7:17. ഓരോരുത്തർക്കും കർത്താവ്, എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഓക്കെ, ഈ വാക്യം അങ്ങനെ സ്ക്രീനിൽ ഇട്ടേരെ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാനൊരു അബദ്ധം പറ്റി ഇവിടെ കയറിയതല്ല? കൃത്യമായി എന്നെ ദൈവം വിളിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കയ്യൊന്ന് കാണട്ടെ. ഒന്നും കൂടെ ഒന്ന് ഉയർത്തി കാണിച്ചു. സംശയമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. നിങ്ങളെപ്പോലൊരാൾക്ക് ഒരിക്കലും ഇവിടെ നിന്ന് കൈയടിക്കാൻ പറ്റത്തില്ല. രാമൻ പറയുമോ? ഇതിനെല്ലാം കുറ്റം പറഞ്ഞ് ഇതൊക്കെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ്. ഈ പണ്ട് ഞങ്ങൾ ചർച്ചിൽ പോകുമ്പോൾ ആകപ്പാടെ 10 ദിവസം ക്രിസ്മസിന് അവധി കിട്ടുന്നത്. ഓണത്തിനൊരു 10 ദിവസം, ക്രിസ്മസിനൊരു കുറച്ച് ദിവസം. അന്നേരം ഞങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അവസരം, കളിക്കാൻ കിട്ടുന്ന അവസരമാണ്. കൂട്ടുകാരോടൊപ്പം കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും. ഇത് മനസ്സിലാക്കുന്ന ഒരു 5-6 പേര് എൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അവർ മാത്രമേ ഇത് മനസ്സിലാകുന്നു. അന്നേരമാണ് നമ്മുടെ പാസ്റ്റർ പറയുന്നത്, 10 ദിവസം നമ്മൾ പ്രാർത്ഥന വെച്ചിരിക്കുക. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവും. നമ്മൾ ഉപവാസം വെച്ചിരിക്കുക. ഇത് ചിലർക്ക് സന്തോഷമാണെങ്കിലും ചിലർക്ക് സഭാരാധന പോലും സന്തോഷമല്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ ചിലർക്ക് ഇത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എന്നെ വലിച്ചുകൊണ്ട് പോകും. എടാ
എടപാട വിളിച്ചുകൊണ്ട് പോകും. അന്ന് താല്പര്യമൊന്നുമില്ല. അവിടെ ഇരുന്ന് അന്ന് പായെല്ലാം വലിച്ചു കീറി എല്ലാം വല്ലാതെ വിഷയമാക്കി. പാസ്റ്ററിൻ്റെ ഒരു 2-3 നുള്ളൊക്കെ കൊണ്ട്, IPCയിലെ പാസ്റ്റർ ഞങ്ങളുടെ പാസ്റ്റർ നുള്ളി. എനിക്ക് അന്ന് നുള്ളിയതിൻ്റെയും അടിച്ചതിൻ്റെയൊക്കെ ആയിരിക്കാം ഇന്നിങ്ങനെ നിന്ന് നിൽക്കുന്നത്. പക്ഷെ അന്ന് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. അന്ന് ഒരു താല്പര്യമില്ല, വിളിച്ചുകൊണ്ട് പോവാം. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇതിനോടേ താല്പര്യമുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ എന്തിനാ ഇത് പറഞ്ഞേ? പണ്ട് എനിക്കോ നിങ്ങൾക്കോ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. ഇതുമായിട്ടൊക്കെ ഒരു അടുപ്പം പോലും ഇല്ലാത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഇപ്പം നോക്കിയേ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിനോട് മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂ. ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതൊരിക്കലും അതൊരു വ്യക്തി നമ്മളെ ആക്കിയെടുത്തതല്ല. നമ്മുടെ പുറകിലൊരു വിളിയുള്ള കാരണത്താലാണ്. ഈ പണ്ട് കുറ്റം പറഞ്ഞവരായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ കൈയടിക്കുന്നത്. പണ്ട് ഇത് ശരിയല്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് ചാടിപ്പിക്കുന്നതാണ് ഈ പരിപാടി. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ തട്ടിപ്പാന്ന് പറയുന്നവനെ കൊണ്ട് ഇതിൻ്റെ മുമ്പിൽ നിർത്തുന്നവനാണ്. കാരണം എന്തുവാണെന്നറിയാമോ? നമ്മുടെ മേലൊരു വിളിയുണ്ട്. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറഞ്ഞേ, വിളിയുണ്ടെന്ന് പറഞ്ഞാണ്ട്. ഒന്നും ഫേസിൽ നോക്കിയിട്ട് പറഞ്ഞേ, നിങ്ങൾക്കൊരു വിളിയുണ്ടെന്ന് പറഞ്ഞാണ്ട്. നിങ്ങൾ ആമേൻ അബദ്ധം പറ്റി കയറിയതല്ല, ആക്സിഡൻറ്റ് പറ്റി കയറിയതല്ല. നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്. മുഖത്ത് നോക്കി പറഞ്ഞു. ഒരാൾക്കൊരു സംശയമുണ്ട്, പറഞ്ഞ് നിങ്ങൾക്കൊരു വിളിയുണ്ട്. വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഒരാമയം പറയാമോ? വലിയ ദൂതാണ്. ഞാൻ അന്യഭാഷ പറയാത്തതുകൊണ്ട് ആമയം പറയാതിരിക്കരുത്. വലിയ ദൂതാ ഞാൻ പറഞ്ഞ്. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. പിശാച് കേൾക്കെ പറയണം, നീ വിളിക്കപ്പെട്ടവനാണ്. ഇവിടുത്തെ പൈശാചിക ലോകം കേൾക്കെ പറയണം, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ തലയിൽ കൈവെക്കാതെ രോഗികൾ സൗഖ്യമാകും. ഇത് പറയുമ്പോൾ ഞാൻ ഒന്നും പറയാതെ നിങ്ങളുടെ ശരീരത്തിൽ വിടുതലുകൾ നടക്കും. ഇത് ഞാൻ ഒന്നും വലുതായി പറയാതെ നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറന്നു വരും. കൈകളൊന്ന് ഉയർത്തിയൊന്ന് പറഞ്ഞ, ഞാൻ വിളിക്കപ്പെട്ടവനാണ്. ശബ്ദം ഉയർത്തിയൊന്ന് പറഞ്ഞ, ഞാൻ വിളിക്കപ്പെട്ടവനാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഞാനും നിങ്ങളും ഇങ്ങനെ ആയതും ആകുന്നതും. ഇതിൻ്റെ പുറകിലൊരു ദൈവ കൃപയുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൻ്റെ ഈ വാക്യത്തിലേക്ക് നോക്കുക. ഓരോരുത്തർക്കും കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ആ വാക്യത്തിൻ്റെ രാമയം പറയാമോ? ഒന്നുകൂടെ ഞാൻ ആ വാക്യം പറയാം. ഒത്തിരി പ്രസംഗിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ആ വാക്കൊന്ന് പറയാം. എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെ. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ വാക്ക് കേട്ടോണം, ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെ. ഒന്നുകൂടെ പറഞ്ഞേ, ഓരോരുത്തരെ ദൈവം വിളിച്ചതുപോലെ. ഇത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയ ഒരു ഏരിയ ആണ്. നമ്മളെല്ലാവരും ദൈവം വിളിച്ചു, ആമേൻ. പക്ഷെ വിളിക്ക് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും തേജസ്സിനെ പോലെ പാട്ട് പാടാൻ പറ്റത്തില്ല. അയ്യോ, ഈ പാസ്റ്റർമാർക്ക് എല്ലാവർക്കും വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൊതു ശുശ്രൂഷ ചെയ്യണം, എല്ലാവർക്കും കൺവെൻഷൻ പ്രാസംഗികനാകണം, എല്ലാവർക്കും പ്രവാചകനാകണം. അവിടെ പിശാച് നമ്മളെ കൺഫ്യൂസ് ചെയ്യുക. എന്നെക്കാൾ എഫക്റ്റായി നിങ്ങൾക്ക് ചിലത് ചെയ്യാൻ പറ്റും. തേജസ്സിനേക്കാൾ, ഇവിടുള്ള വർഷിപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെക്കാൾ, ഇവിടുള്ള ദൈവദാസന്മാരെക്കാൾ നിങ്ങൾക്ക് ചില ഏരിയയിൽ എഫക്റ്റ് ആകാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് മാത്രമേ എഫക്റ്റ് ആകാൻ പറ്റത്തുള്ളൂ. കാരണം അത് നിന്റെ വിളിയാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇന്ന് പകലിൽ ഞാനിവിടെ നിൽക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതെന്തിനാ ദൈവം ഇവിടെ കൊണ്ടുവന്നേ? എന്നെക്കാൾ വലിയ ദൈവദാസന്മാരുണ്ടാകാം, ഇല്ലായിരിക്കാം, ചെറിയ ദൈവദാസന്മാരായിരിക്കാം, വലിയ ആൾക്കാരായിരിക്കാം, വലിയ വിളിയുള്ളവരായിരിക്കാം. പക്ഷെ ചിലർക്കേ തുറക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിളിയെ നമ്മൾ കുറച്ച് കാണരുത്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പറയാം, നിനക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്.
പ്രഭാതനം സന്താനബ. നീ പറഞ്ഞ തുറക്കുന്ന ചിലതുണ്ട്. ഇത് പറയുമ്പോൾ ഒരു വലിയ ദൈവ അന്തരീക്ഷം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ, ഞാൻ ഈ പ്രസംഗത്തിന്റെ അവസാനം അല്ല ഒരു ദൈവശക്തി വ്യാപരിക്കുന്നത്. ഈ തുടക്കത്തിന്റെ 10 മിനിറ്റ് കഴിഞ്ഞ ഈ സെക്കൻഡിൽ എന്തോ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്റെ വിളി നിനക്ക് മനസ്സിലായാൽ, നിന്റെ നിയോഗം നിനക്ക് മനസ്സിലായാൽ, നിന്നെ ദൈവം എന്തിനു വിളിച്ചു എന്ന് മനസ്സിലായാൽ, ഇന്നത് മനസ്സിലാക്കി നീ കൈ ചൂണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ ചിലത് നിന്റെ മുമ്പിൽ തുറന്നു വരാൻ പോകുകയാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വിളിക്ക് ആമേൻ, വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കുക. പ്രഭാതന. ഇനി അവിടെ നിന്ന് എനിക്കൊരു ദൂത് പറയാനുണ്ട്. ഓരോരുത്തർക്കും വിഭാഗിച്ചു കൊടുത്ത് പറഞ്ഞാട്ടെ. ഓരോരുത്തർക്കും, ശബ്ദം ഉയർത്തി പറഞ്ഞു, ഓരോരുത്തർക്കും. അടുത്തിരിക്കുന്നത് പറഞ്ഞു, ഓരോരുത്തർക്കും വിഭാഗിച്ചു കൊടുത്ത്. എല്ലാവരും പറഞ്ഞാട്ടെ. ബാക്കിലേക്ക് ഇരിക്കുന്നവർ പറഞ്ഞാട്ടെ. ഈ ഒരു ചെറിയ ലോക്കൽ വാക്കാണേ, എങ്കിലും ഒന്ന് പറയാം. നമ്മുടെ പാത്രത്തിൽ നിറച്ച ഫുഡ് ഇരിക്കുമ്പോൾ അടുത്ത പാത്രത്തിൽ നോക്കരുത്. ഇതിൽ കൂടുതൽ എനിക്കിത് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. ഒരു അസാധാരണമായ വിളി നിനക്കുള്ളപ്പോ അവന് ഇവനുമായി നീ താരതമ്യം ചെയ്യരുത്. പ്രഭാതനം. ആരോടാ ഞാൻ ഇന്ന് രാവിലെ സംസാരിക്കുന്നത്? ആരോടാ ഇന്ന് രാവിലെ? നീ പ്രാർത്ഥിച്ച ചിലത് തുറക്കും, നീ പറഞ്ഞ ചിലത് സംഭവിക്കും, നീ ഇന്ന് രാവിലെ പ്രഖ്യാപിച്ച ചിലത് നിന്റെ മുമ്പിൽ തുറന്നു വരും. കമ്പയർ ചെയ്യരുത്. ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒരാഴ്ച റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി തൊട്ട് പ്രസംഗിക്കുക. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അതുകൊണ്ട് 1-2 കാര്യങ്ങൾ ഞാൻ ശാന്തമായി പറയാം. അടുത്തിരിക്കുന്നിടത്ത് പറഞ്ഞ കമ്പയർ ചെയ്യരുത്. എൻ്റെ കൂടെ ഉണ്ടോ? ഈ ലൈവ് ഉണ്ടായേണ്ട ഒരു വിഷയമാണ്. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അവൻ്റെ പേര് അനു എന്നാണ്. അവൻ ഇന്ന് മിക്കവാറും വീട്ടിൽ തന്നെ വരും ഇത് പറഞ്ഞു കൊണ്ടത്. ഓക്കെ, അന്നേരം ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ ഈ സൺഡേ സ്കൂൾ പരീക്ഷയ്ക്കും എനിക്ക് കിട്ടുന്നത് പാത്രമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവന് കിട്ടുന്നത് ട്രോഫിയാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്? ഈ പാത്രം എന്തിനാ തരുന്നതെന്ന് ഞാൻ പറയണോ? തോറ്റുപോയവർക്കും പ്രോത്സാഹന സമ്മാനമായിട്ടാണ് പാത്രം കിട്ടുന്നത്. ഫസ്റ്റ് കിട്ടുന്നവർക്ക് എന്തോ കിട്ടുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി, വിളി വേറെയാണ്. എൻ്റെ അനുവേ, നീ എന്നോട് ക്ഷമിക്കണടാ. പക്ഷെ അവൻ ഇന്നേ വരെ ഒരു മീറ്റിങ്ങിനും പ്രസംഗിച്ചിട്ടില്ല. സൺഡേ സ്കൂളിന് ഫസ്റ്റ് മേടിച്ചെന്ന് പറഞ്ഞ് നിനക്ക് വിളിയോ? വിളിയിൽ എനിക്ക് ചെയ്യുന്നത് അവന് ചെയ്യാൻ പറ്റത്തില്ല, അവന് ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? താരതമ്യം ചെയ്യരുത്. ഇപ്പോഴുള്ള സാഹചര്യങ്ങളൊന്നും അല്ല നീ. ഇപ്പോൾ നീ കാണുന്നതൊന്നുമല്ല നിങ്ങൾ. എന്തോ വലിയ നിയോഗങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് തരുമ്പോൾ എനിക്ക് നിങ്ങളെ ഓണർ ചെയ്യാൻ താല്പര്യമുണ്ട്. ചിലപ്പോൾ ചിലർക്ക് മൈക്ക് തരണമെന്നുണ്ട്. കാരണം എന്ന് അറിയാമോ? നിങ്ങളുടെ മേലൊരു വിളിയുണ്ട്. എന്നെക്കാൾ ഇവിടെ ഇരിക്കുന്ന പലരെക്കാൾ എന്തോ ഒരു വ്യത്യസ്തമായ വിളി നിങ്ങൾക്കുണ്ട്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും അത് മനസ്സിലായവർ കൈയൊന്ന് ചേർത്തടിച്ച് ശക്തിയോടെ ദൈവത്തിന് ഒരു നല്ലൊരു ആരാധന കൊടുത്താട്ടെ. പ്രഭ കൈ അടിക്കുകയാണെങ്കിൽ നല്ലവണ്ണം അടിക്കണേ. ശബ്ദം ഉയർത്തുവാണെങ്കിൽ നല്ലവണ്ണം ശബ്ദം ഉയർത്തണം. എന്നോട് കർത്താവ് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു വരുമ്പോൾ എന്നോട് സംസാരിച്ച ഒരു പ്രവചന ശബ്ദം ഈ ദൂതുമായി ഒന്ന് കണക്ട് ചെയ്യാം. ആ ദൂത് പറയുമ്പോൾ ഒന്ന് വേണമെങ്കിൽ ബൈബിൾ അടച്ചു വെച്ചിട്ട് ചാടി ഒന്ന് എഴുന്നേറ്റിരുന്ന് ഒരാമയം പറഞ്ഞിട്ട് പിന്നിരുന്നോണം. വേണമെങ്കിൽ, നിർബന്ധം ഉണ്ടെങ്കിൽ. ഈ വിളി ചില സമയങ്ങളിൽ ഇങ്ങനെ സൈലൻ്റായിട്ട് പോകും. അനങ്ങത്തില്ല, വാക്തത്വങ്ങൾ തുറക്കത്തില്ല, ചിലത് ഒന്നും കാണത്തില്ല, പ്രതീക്ഷ കാണത്തില്ല. പക്ഷേ ചില സമയങ്ങളിൽ ഇത് ബോംബ് പൊട്ടുന്നത് പോലെ ഒരു പൊട്ടും. പ്രഭാതന. ഇത് ചില സമയത്തിന് ഒരു ചലനമുണ്ടാക്കി കളയും.
നീ പോലും വിശ്വസിക്കാത്ത സമയത്തിന് വെള്ളം എടുത്തു ചാടുന്നത് പോലെ ഇതൊരു ചാട്ടം ചാടും. ഇതൊരു കാറ്റടിക്കുന്നത് പോലെ കാറ്റടിക്കും. ഇപ്പോൾ ഇതിനെ സ്വീകരിക്കുന്നവരുടെ മേൽ ഇന്ന് രാവിലെ ഞാൻ ഒരു ദൂത് പറയാ. ഇത് പൊട്ടാൻ സമയമായി, ഇത് ചലിക്കാൻ സമയമായി, ഇത് അനങ്ങാൻ സമയമായി. വിശ്വസിക്കുന്നവർ പ്രാപിച്ചോണം. ഇന്ന് രാവിലെ എന്നോട് കർത്താവ് യാത്രയിൽ ഈ സഭയോട് പ്രവചിക്കാൻ പറയുന്നു. ഇതൊരു സാവധാനം ഒഴുകി വരുമ്പോൾ ഈ ചർച്ചിനകത്ത് എന്തോ ഒരു വ്യത്യസ്തമായ ചലനം സഡനായി സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരവന്ന് അടിച്ച് ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്തോണം. നിന്നോ ഇരുന്നോ ചാടിയോ അമ്മ കൈയടിച്ചോ ശബ്ദമുയർത്തിയോ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. വായികൾ തുറക്കാമെങ്കിൽ വായികൾ തുറക്കുക. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. എന്തോ ഒരു അനക്കമല്ല, വിശ്വസിക്കാൻ കഴിയാത്തൊരു പൊട്ടൽ, വിശ്വസിക്കാൻ കഴിയാത്തൊരു ചേഞ്ച്, വിശ്വസിക്കാൻ കഴിയാത്തൊരു മാറ്റം. കൈയടിക്കുവാണെങ്കിൽ കൈയടിക്കണം. ഈ വർഷം തീരുന്ന അടുത്ത 30, 36, 37 ദിവസങ്ങൾക്കകം എന്തോ ഒരു ദൈവിക ചലനം നിന്റെ വീട്ടിൽ സംഭവിക്കാൻ സമയമായി. 60 സെക്കൻഡ് കൈയടിച്ച് വായ്കളെ തുറന്ന് ശബ്ദം ഉയർത്തി അതിനെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. കാണാൻ നിൽക്കുന്നവർ കാണട്ടെ, കേൾക്കാൻ വന്നവർ കേൾക്കട്ടെ, പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറയണം. എനിക്കറിഞ്ഞൂടാ, ഈ ദൂത് ഒരു ദൂതായി ഞാൻ അംഗീകരിക്കണമെങ്കിൽ, ഈ ദൂത് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാത്ത, എൻ്റെ അപ്പൻ്റെതല്ലാത്ത, എൻ്റെ ശുശ്രൂഷയുടെ കഴിവല്ലാത്ത ഒരു ദൈവശക്തി ചലിക്കണം. ഇപ്പോൾ അത് ഇവിടെ ചലിക്കുന്നുണ്ട്. ചിലരുടെ മേൽ അത് വീഴുകയാണ്. വായികൾ തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ചിലരത് കാണാൻ പോകുക, ചിലരത് അനുഭവിക്കാൻ പോകുക, ചിലരുടെ ലൈഫിൽ അത് വെളിപ്പെടാൻ പോകുക, ചിലരുടെ ലൈഫിൽ ഇന്നേ വരെ കാണാത്ത ചില ചേഞ്ചുകൾ. ഇത് നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഇത് പഠിപ്പിക്കാം, ഈ ദൂത് എന്നെ കൊണ്ട് പഠിപ്പിച്ചു വെക്കാം. പക്ഷെ ഇത് ചിലർ ഇപ്പോൾ പ്രാപിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് എന്റെ അടുത്ത് പറയുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയ ദുരന്തം കണ്ട ചില കുടുംബങ്ങളോട് ഞാൻ ദൂത് പറയുക. അൺഎക്സ്പെക്റ്റഡ് ആയ ദൈവത്തിന്റെ കരം നീ കാണാൻ പോകുക. നീ വിളിക്കപ്പെട്ടവനാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. കൈയൊന്ന് അടിച്ച് ഒരു 60 സെക്കൻഡ് ശബ്ദം ഉയർത്തി ദൈവത്തിന് ആരാധന കൊടുത്ത് ചിലരെ നോക്കി പരിശുദ്ധാത്മ പറയും, നീ വിളിക്കപ്പെട്ടവനാണ്, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഒരു പ്രവചന ശബ്ദം ഞാൻ ഇവിടെ എന്റെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചേഞ്ച്, പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, നിന്റെ ഡയറിയിൽ ഇല്ലാത്തൊരു കാര്യം, ഒരു കണ്ണ് കാണാത്തൊരു കാര്യം, ഒരു ചെവി കേൾക്കാത്തൊരു കാര്യം, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തൊരു കാര്യം. Come on church, അതിനെ സ്വീകരിക്കുക. കൈകളൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് നിൽക്കുന്നവര് നിൽക്ക്, ഇരിക്കുന്നവർ ഇരിക്കുക. അമ്മ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ച്
എനിക്കൊരു വിളിയുണ്ടെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ ഇതുവരെ നടക്കാത്ത ദൈവപ്രവൃത്തികൾ നടക്കും. കാരണം ഇത് നിങ്ങൾ ആമേൻ ഇരുട്ടിനോട് വിളിച്ചു പറയുക, ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. കൈയൊന്ന് ഉയർത്തി ഒന്ന് പറഞ്ഞു ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞു. ഓ റാമാസിഹാന്തേരിയ റസ്മാനാഥേരിയ പ്രഭാതം. അബദ്ധം പറ്റി കയറിയ ആളല്ല, അബദ്ധം പറ്റി ബൈബിൾ എടുത്ത ആളല്ല, അബദ്ധം പറ്റി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതല്ല ആളല്ല. എന്നെ വിളിച്ച ദൈവമുണ്ട്, അവൻ വിശ്വസ്തനാണെന്ന് മനസ്സിലാകുന്നവർ. ഇവിടുത്തെ ശുശ്രൂഷകന്മാരുണ്ട്. എത്ര പേര് കർത്താവിനെ വിളിക്കപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ ബൈബിൾ ഒന്ന് പിടിച്ചാട്ടെ, ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചാട്ടെ, എന്നിട്ട് പറഞ്ഞാട്ടെ, ഞാൻ വിളിക്കപ്പെട്ടവനാണ്. കൈയൊന്ന് ഉയർത്തി ഒന്ന് പറഞ്ഞേ. ബൈബിൾ ഉള്ളവർ കൈ ഉയർത്തി ഒന്ന് പിടിച്ചു. എന്തോ ഒരു വലിയ വിടുതൽ ഈ സമയത്ത് നടക്കുന്നു. കൈയൊന്ന് ഉയർത്തി പിടിച്ചു. ഞാൻ ആരോടാ ഈ ദൂത് പറയുന്നത്? ഒരു പഴയ പാട്ടുണ്ട്, പാടാമോ? ഉന്നത വിളിയാൽ എന്നെ വിളിച്ചു, ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല, ദയ തോന്നി എൻ്റെ മേൽ. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, പറഞ്ഞ് ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ച. ഉന്നത വിളിയാൽ പാടിയ പറഞ്ഞ് ചോദിച്ചത് നനച്ച. ഒന്നുമില്ല, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എൻ്റെ വിളി ഹയറാണ്. കൈയൊന്ന് ഉയർത്തിയരാമേൻ പറഞ്ഞാൽ എൻ്റെ വിളിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. അടുത്തിരിക്കുന്നത് കൈ കൊടുത്ത് പറഞ്ഞേ, എനിക്ക് ഭയങ്കര വിളിയുണ്ടെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ ഒരു 3 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞു, വിളിയുണ്ടെന്ന് പറഞ്ഞാട്ട്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാട്ട്. പത്രോസ് ആവർത്തിച്ച് പറയുക. പത്രോസിന്റെ 1-ാം ലേഖനത്തിലും 2-ാം ലേഖനത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പത്രോസ് ഫോക്കസ് ചെയ്യുന്നത് കോളിംഗ് ആണ്, വിളിയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടോ? എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? ആ കൊരിന്ത്യർ ലേഖനം ഒന്നും കൂടെ ഒന്ന് ഇടാമോ മോനെ? കൊരിന്ത്യർ ലേഖനം ആ വാക്യം ഒന്ന് വായിക്കാമോ? എന്നാൽ ഓരോരുത്തരും കർത്താവ് വിഭാഗിച്ചു കൊടുത്തു. പറഞ്ഞേ, വിഭാഗിച്ചു കൊടുത്തു. അപ്പോൾ വിളിക്കകത്തൊരു പ്രശ്നമുണ്ട്. അതിനകത്ത് വിളിയൊക്കെ ഒന്നാണെങ്കിൽ പോലും വിളിയുടെ രൂപത്തിന് വ്യത്യാസമുണ്ട്. ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തി രാമൻ പറഞ്ഞാട്ടെ. ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെ. എന്നാൽ ഇനി അടുത്തിരിക്കുന്ന ഒരാളെ നിങ്ങളുടെ കൈ പിടിക്കണം. ഒരാളുടെ കൈ പിടിച്ചോ, ഒരാളെ പിടിക്കാവുള്ളൂ. എന്നിട്ട് മുഖത്തോട്ട് നോക്കി പറഞ്ഞ്, എന്നെ വിളിച്ചതുപോലെ അല്ല നിന്നെ വിളിച്ചത്. പറഞ്ഞോ, ഒന്നുകൂടെ പറഞ്ഞാട്ടെ. എന്നെ വിളിച്ചത് പോലെയല്ല നിന്നെ വിളിച്ചത്. ഇനി ദേഷ്യത്തിൽ പറയണം, അസൂയപ്പെടരുതെന്ന് പറ. എന്നെ കണ്ട അസൂയപ്പെടരുത് ഒന്ന് പറ, അങ്ങോട്ടും ഇങ്ങോട്ടും പറ. കാരണം എന്തോന്നും മനസ്സിലായോ? ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? കാരണം അത് അവന്റെ വിളിക്കകത്തുള്ളതാ. കൈ ഉയർത്തി കേട്ടോ രാമൻ പറഞ്ഞ. അപ്പോ അങ്ങനെ ദൈവം ചെയ്യുമോ? അങ്ങനെ ദൈവം ചെയ്യുമോ? ഈ വിളിക്കകത്തൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും വിളിക്കപ്പെട്ടവരാണെങ്കിലും 1000 പേരിൽ ഒരുത്തൻ വ്യത്യസ്തനായിരിക്കും. 10,000-ങ്ങളിൽ ഒരുത്തൻ്റെ മേൽ ഈ വിഭാഗിച്ചു കൊടുത്തതിനകത്ത് എന്തോ അത് ചിലപ്പോൾ അവൻ്റെ സ്വഭാവമായിരിക്കാം, അവൻ്റെ ക്യാരക്ടറായിരിക്കാം, അവൻ്റെ ദൈവബന്ധമായിരിക്കാം, അല്ലെങ്കിൽ അവൻ എവിടെയോ കൊടുത്തൊരു വിലയായിരിക്കാം. ആരെങ്കിലും ജീവനോടുണ്ടോ? ഇനി ഒന്നുകൂടെ പറഞ്ഞാട്ട് അസൂയപ്പെടരുതെന്ന് പറഞ്ഞാട്ട്. അയ്യോ, നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കല്ലായിരുന്നു വിഷയം, നിങ്ങളുടെ പുറകെ ഇരിക്കുന്നതായിരിക്കും വിഷയം. ഒന്ന് തിരിഞ്ഞു പറഞ്ഞാട്ടെ, അസൂയപ്പെടരുതെന്ന് പറഞ്ഞാട്ടെ.
അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയപ്പെടരുത്, ഇറിറ്റേറ്റഡ് ആകരുത്. കാരണം അത് വിഭാഗിച്ചു കൊടുത്തിരിക്കുക. ഇത്രയും മനസ്സിലായവർ എൻ്റെ കൂടെ രാമൻ പറഞ്ഞ ബൈബിളിനകത്ത് ഒരു വാക്യം കൂടെ ഉണ്ട്. എനിക്ക് കരുണ തോന്നേണ്ടവൻ്റെ അടുത്ത് കരുണ തോന്നുകയും എനിക്കൊരു കനിവ് തോന്നേണ്ട അടുത്ത് കനിവ് തോന്നുകയും ചെയ്യും. ദൈവത്തിന് നിന്നോട് കരുണ തോന്നിയാൽ ഒരച്ചാച്ചനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഒരാമയം പറയുവാണെങ്കിൽ നല്ലോണം ആമയം പറയണം. ദൈവത്തിന് നിന്നോട് കരുണ തോന്നിക്കഴിഞ്ഞാൽ ഒരു മന്ത്രവാദിക്കും നിനക്കെതിരെ നിൽക്കാൻ കഴിയത്തില്ല. കൈയടിക്കുവാണെങ്കിൽ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കണം. മാർസ് മാർത്തിയ സന്ദന പ്രവാദന റഷ്മേഥേരിയ പ്രവാദന സന്ദാന റഷ്മാർത്തിയ സന്ദന പ്രവാദന. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ഇപ്പോൾ ഈ വിളിക്കകത്തൊരു ചേഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ശൗലിനെ വിളിച്ചതുപോലെ അല്ല ദാവീദിനെ ദൈവം വിളിച്ചത്. പുതിയ നിയമത്തിൽ 12 ശിഷ്യന്മാരുണ്ട്. 12 ശിഷ്യന്മാർക്കും സ്പെഷ്യൽ കോളിംഗ് ആണ്. ചിലർക്ക് യെരുശലേമിൽ കറങ്ങാനുള്ള വിളിയായിരുന്നു. പക്ഷെ തോമസിന്റെ വിളി യെരുശലേമിൽ കറങ്ങാനുള്ള വിളിയല്ല. അവിടുന്ന് കറങ്ങി ഇവിടെ വരാൻ, ഇന്ത്യയിൽ വരാൻ, കേരളത്തിൽ വരാനുള്ള വിളിയായിരുന്നു. കേരളത്തിൽ വിളിയുള്ളവൻ അവിടെ കിടന്ന് കറങ്ങരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നോർത്ത് ഇന്ത്യക്ക് വിളിയുള്ളവൻ ഇവിടെ കിടന്ന് കറങ്ങരുത്. സക്സസ് ആകത്തില്ല. നീ നിന്റെ കറക്റ്റ് ട്രാക്കിൽ വന്നാൽ ഫൈനാൻസ് വരും. നീ നിന്റെ ട്രാക്കിൽ വന്നാൽ വഴി നിന്റെ മുമ്പിൽ തുറക്കും. നീ നിന്റെ ട്രാക്കിൽ വന്നാൽ നിന്റെ വിവാഹം നടക്കും. നീ നിന്റെ ട്രാക്കിൽ വന്നാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഈ ദൂത് ഇങ്ങനെ വന്ന കാരണത്താൽ ഒരു കാര്യം കൂടെ പറയാം. ചിലത് റിലേറ്റഡ് ആണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്കറിയാം, ഈ ബസ്സിന്റെ അടിയിൽ കൂടെ ഒരു ആക്സിൽ അല്ല, ഈ കറക്കുന്നൊരു സാധനം ഉണ്ടല്ലോ. ആരെങ്കിലും ഡ്രൈവർമാർ ഇവിടെ ഉണ്ടോ? അതിന് പേര് ആക്സിഡന്റ് അല്ല വെച്ചാ, ഒരു ഒലക്ക പോലൊരു സാധനം പോയിട്ട് ഇത് പോയി ഒന്നിനെ, ഈ എഞ്ചിന് കറങ്ങണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഒലക്ക പോലുള്ള ഈ ആക്സിൽ ഒടിഞ്ഞാൽ ഇത് കറങ്ങത്തില്ല. എഞ്ചിൻ പക്കയായിരിക്കും, ഓയിൽ ഉണ്ടായിരിക്കും, എഞ്ചിൻ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് കറക്കുന്നതുമായിട്ട് നീ സിങ്ക് ആകണം. മനസ്സിലാകുന്ന ആരെങ്കിലും ജീവനോടെ ഉണ്ടോ അവിടെ? ആലപ്പുഴക്കാരെ ഇത് പഠിപ്പിച്ചിട്ട് തന്നെ ഇന്ന് പോണം. ചിലത് കണക്റ്റഡ് ആണ്. ചില സാമ്പത്തിക വഴി ജമ്മത്ത് തുറക്കത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ? ഈ ചിലരുടെ വിശുദ്ധ ജീവിതം ശരിയാകാതെ മറു സൈഡിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ആദ്യമായി ചർച്ചയിൽ വരുന്നവർക്കും അത്ഭുതങ്ങൾ നടക്കും. ഒരാമയും പറഞ്ഞു. പക്ഷെ ഈ പെന്തക്കോസിന്റെ 5ാം തലമുറ ശരിയാകാതെ ഒരു പരിപാടി നടക്കത്തില്ല. ചിലരുടെ തലയിൽ കൈവെക്കുമ്പോഴേ കർത്താവ് പറയടാ, നീ തൊണ്ട പൊട്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇതാ ഒന്നി അവന്റെ ചെവിയിൽ നന്നാകടാ എന്ന് ദൂത് പറയാൻ നിങ്ങൾ എൻ്റെ കൂടെ. നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നു? ചിലത് നിങ്ങൾ തീരുമാനമെടുക്കാതെ തുറക്കത്തില്ല. എൻ്റെ കൂടെ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ? ചിലത് നിങ്ങൾ സമ്മതിക്കാതെ അത് അനങ്ങത്തില്ല. ചിലത് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ വിശുദ്ധ ജീവിതം, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ ദൈവവുമായുള്ള സ്നേഹം, ഇത് മറു സൈഡിൽ നിങ്ങളുടെ കോളിങ്ങുമായി ബന്ധമുണ്ട്. നിങ്ങളുടെ കോളിങ് ഒരു പൂ വിടരുന്നത് പോലെ വിടരണമെങ്കിൽ നിങ്ങൾ സിങ്ക് ആകണം. ഞാൻ വിചാരിച്ചു ഈ ദൂതിന് ആരും കൈയടിക്കത്തില്ലെന്ന്. ഇത്രയും പേര് കൈയടിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ളവരും കൂടെ ചേർന്നൊന്ന് കൈയടിച്ചാട്ടെ. അതാ ആമേൻ. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിളിക്ക് യോഗ്യമാം വണ്ണം നടപ്പീൻ. 4-നകത്താന്ന് തോന്നുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിളിക്ക് യോഗ്യമാം വണ്ണം. ഒന്ന് പറഞ്ഞ്, ശബ്ദം ഉയർത്തി പറഞ്ഞ്, ഈ മൈക്കിൽ കൂടി ഇങ്ങനെ കേൾക്കണം, പറഞ്ഞാട്ടെ. നിങ്ങളുടെ വിളിക്ക്, ഒന്നുകൂടെ പറഞ്ഞ്, നിങ്ങളുടെ വിളിക്ക് യോഗ്യമാം വണ്ണം നടപ്പീൻ.
അപ്പോൾ ചിലര് യോഗ്യമാം വണ്ണം നടന്നാൽ മാത്രമേ ചിലത് തുറക്കത്തുള്ളൂ. അംഗീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടോ. ഒന്നുകൂടെ പറഞ്ഞേ, വിളിക്ക് യോഗ്യമാം വണ്ണം നടപ്പീൻ. ഇനി ഇത് നിങ്ങളോട് പറയണം, അടുത്തിരിക്കുന്നതല്ല, ഇത് നിങ്ങളോട് പറയാനുള്ളത്. തലയിലോട്ട് കൈവച്ച് പറഞ്ഞ്, വിളിക്ക് യോഗ്യമാം വണ്ണം. നിങ്ങളുടെ വിളിച്ച ദൈവത്തിന് യോഗ്യമാം വണ്ണം ഈ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 2026 പ്രാപിക്കാം. ഒരാമേൻ പറഞ്ഞാട്ടെ. പക്ഷെ ചിലത് ഇന്ന് പ്രാപിക്കാം. ഒറ്റ തീരുമാനം എടുത്തിട്ട് പോയാൽ മതി. ഒറ്റ വാക്കുകൊണ്ട് നീ ഒരു ആമേൻ എന്താ പറയുന്നേ, ഒരു തീരുമാനമെടുത്താൽ ഇന്ന് ചിലത് തുറക്കും. അതാ ബൈബിൾ പറയുന്നത്, ഇതാണ് സമയം, ഇതാണ് രക്ഷാദിവസം. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്തിരുന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ വിളിക്കപ്പെട്ടവനാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്ത് പറയാം. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വേറൊരു പാസ്റ്ററിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുത്തിരിക്കുന്നവരെ തൊട്ട്. പക്ഷെ നല്ലതാ ഈ ഒന്ന് ചലിക്കാൻ വേണ്ടി വിളിക്ക് യോഗ്യമാം വണ്ണം നടപ്പി. ഇനി ഒരു 5 മിനിറ്റ് നിങ്ങൾ എൻ്റെ കൂടെ വരണം. നിങ്ങളതിനെ കാണാൻ ശ്രമിക്കണം, ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കണം. യേശു കർത്താവ് ഇങ്ങനെ നടന്നു പോകുകയാണ്. മത്തായി 4 കാണാൻ പറ്റും. 4:20 കഴിയുമ്പോൾ യേശു ഇങ്ങനെ നടന്നു പോകുകയാണ്. നടന്നു പോകുമ്പോൾ ചിലരെ കാണുമ്പോൾ അവൻ വിളിച്ചു. അവൻ വിളിക്കുന്ന ദൈവമാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. അവൻ വിളിക്കുന്ന ദൈവമാണ്. അവൻ മോശയെ വിളിച്ചു, ആഹറിനെ വിളിച്ചു, അബ്രഹാമിനെ വിളിച്ചു. ആമേൻ. ബൈബിളിനകത്ത് പ്രയോജനപ്പെട്ട എല്ലാവരെയും അവൻ വിളിച്ചു. അവൻ വിളിക്കുന്ന ദൈവമാണ്. കൈ ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയിപ്പിച്ചാട്ടെ. കൈ ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. അവൻ വിളിക്കുന്ന ദൈവമാണ്. ഓക്കെ, നിങ്ങൾ എന്നെ കണ്ടാട്ടെ. ഈ യേശു കർത്താവ് നടന്നു പോകുമ്പോൾ അതിനകത്തൊരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ബോധിച്ചവരെ വിളിച്ചു. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നന്നായി കൈയടിച്ച് 5 മിനിറ്റ് ആരാധിക്കാനുള്ള ദൂതാ പറഞ്ഞത്. പക്ഷെ ഞാൻ 2 അന്വേഷണം പറയാത്തതുകൊണ്ട് നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. അവൻ ബോധിച്ചവരെ വിളിച്ചു. ഈ ആലപ്പുഴ ഇത്രയും പേരെ ഉള്ളോ? ഇത്ര ആൾക്കാരെ ഉള്ളോ ഈ കേരളത്തിൽ? ഗ്രൗണ്ട് എടുത്താലും എന്താ പറയുന്നത്, വലിയ സ്റ്റേഡിയം എടുത്താലും തികയാത്തൊരു വലിയ കൂട്ടം ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ സീറ്റിൽ നീ വന്നിരുന്നു? നിന്നെ അവനങ്ങ് ബോധിച്ചു. വിശ്വസിക്കുവാണെങ്കിൽ ആമേൻ പറ. നിന്നെ അവനങ്ങ് ബോധിച്ചു. കൈയടിക്കാനൊരു വകയുണ്ട്, ആമേൻ പറയാനൊരു വകയുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ചിലരോട് പ്രവചിക്കുക, നാട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, നിന്റെ രക്തബന്ധങ്ങൾക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, നിന്റെ ചാർച്ചക്കാർക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലും, പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുക, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഒരാമേൻ പറയുവാണെങ്കിൽ ആമേൻ പറയണം. റസ്മാന സന്ധന പ്രഭാതന. എത്ര പേര് ഈ ദൂതിന് കൈ ഉയർത്തി രാമേൻ പറയും? ഞാനൊരു ദൂത് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി രാമേൻ പറയാമോ? അവന് നിന്നെ അങ്ങ് ബോധിച്ചു. ഇവിടെ ഇരിക്കുന്നവർ ആമേൻ കുറയുന്നുണ്ട്. നിങ്ങളോട് കൂടെ ഞാൻ പറയാം, അവന് നിന്നെ അങ്ങ് ബോധിച്ചു. സന്ധന പ്രഭാതന. എൻ്റെ ദൈവത്തിന് നിന്നെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞാൽ കൈ ഉയർത്തി അപ്പാന്ന് വിളിക്കാൻ റെഡിയാകുന്ന എത്ര പേരുണ്ട്? അവൻ ബോധിച്ചവരെ വിളിക്കും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആരാ? ബോധിച്ചവർ, ഇഷ്ടപ്പെട്ടവർ. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ പ്രൈസ് ജനറേഷനോട് പറയാൻ പറഞ്ഞു, ഇവിടെ കയറിയിരിക്കുന്ന ചിലരോട് കർത്താവിന് അമേൻ മുസ്ലിം സഹോദരങ്ങളുടെ ഭാഷ പറഞ്ഞാൽ എൻ്റെ യേശുവിന് നിന്നെ പെരുത്ത ഇഷ്ടമാണ്. ഒരാമേൻ പറയുവാണെങ്കിൽ ആമേൻ പറ. കൈ ഉയർത്തി ഒരാമേൻ പറ. എൻ്റെ യേശുവിന് നിനക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൈ ഉയർത്തി ഒരാമേൻ പറ. അവൻ ബോധിച്ചവരെ വിളിച്ചു. അർത്ഥം എല്ലാരെയും വിളിച്ചില്ല.
ഒരാമയും പറ ചിരിച്ച്. ഈ ദൂതന് ആമയും പറഞ്ഞില്ലെങ്കിൽ ബോധിച്ചവരെ. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്കിത് എൻ്റെ കൂടെ ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ ചെയ്തോണം. അവൻ ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ അതാണ്ട് പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, വാടാ, ഫോളോ മീ, എന്നെ പിന്തുടരുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഞാൻ നിങ്ങളോട് പറയാം, വാ നമുക്കിന്ന് കൊല്ലത്ത് പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വരുമോ? ഓക്കെ, ഇന്ന് നമുക്ക് എന്താ പറയുന്നത്, തമിഴ്നാട് വരെ പോകാന്ന് പറഞ്ഞാൽ വരുമോ? ഒറ്റ വാക്ക് സംസാരമൊന്നുമില്ല, പ്രസംഗക്കുറിപ്പൊന്നുമില്ല, ഒരു ഡയറിയോ ഡിക്ഷണറിയോ ഒന്നും കൊടുത്തില്ല, ഞങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ചുള്ള ഒരു പുതിയ പതിപ്പൊന്നും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ഒറ്റ വാക്ക്, വാ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഇതെവിടെയോ എപ്പോഴോ കൈയടിക്കല്ലേ. 2001-ലോ 2018-ലോ 2016-ലോ 2022-ലോ ഈ കഴിഞ്ഞ ആഴ്ച എവിടെയോ ഇത് നിന്റെ അടുക്കലും വന്നു. വാ മോനെ, വാടാ, എന്റെ പുറകെ വാ. പ്രസ്മാന സമാർത്ഥന സന്ദര പ്രഭാതന സന്ദര. ഇന്ന് രാവിലെ ഞാനൊരു ദൂത് പറയാം. നീ അബദ്ധം പറ്റി കയറിയതല്ല, നീ വിളിക്കപ്പെട്ടവനാണ്, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിന്റെ മേലൊരു ദൈവ നിയോഗമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ ഞാൻ പറയുന്നത്? ആരോടാ ഞാൻ പറയണ്ടേ? മോനെ ഫ്രീ ആണോടാ? ഫ്രീ ആണോ? വാ, എൻ്റെ കൂടെ വാ. വന്നോ, നീ കൂടെ വാ, അവൻ്റെ കൂടിന് വാ. രണ്ടുപേരത്ത് പറഞ്ഞു, പത്രോസേ അവൻ്റെ സഹോദരനോട്, വാ എൻ്റെ കൂടെ വാ. ഈ തിരിഞ്ഞൊന്നും നോക്കത്തില്ല, ഈ വിളിക്കുമ്പോൾ അങ്ങ് പുറകെ നടന്നോണം. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? യേശുവിനെ ഓവർടേക്ക് ചെയ്യല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വിളിച്ച സമയത്തിന് അങ്ങ് പുറകെ വന്നോണം. ഇവർ രക്ഷപ്പെടാനുള്ള കാരണം എന്തെന്നറിയാമോ? ഇവര് കടലിനെ കുറിച്ച് ചിന്തിച്ചില്ല, വലയെ കുറിച്ച് ചിന്തിച്ചില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആലപ്പുഴക്കാർക്ക് ഞാൻ വലയുടെ വില പറഞ്ഞു തരണോ? ഒരു ചെരുപ്പ് പോലും പുറത്ത് ഊരിയിട്ട 10 വട്ടം പോയി നോക്കുന്നവരാ ആലപ്പുഴക്കാര്. അന്നേരം താണ്ട വലയുടെ വില അറിയാമോ ആർക്കെങ്കിലും ഒക്കെ? വല കളയുക, പടക് കളയുക. പുറകെ വന്നോടാ, എൻ്റെ പുറകെ വന്നോ. ഇത് തന്നെയാ സംഭവിച്ചേ. എന്തുവാ പിടുത്തം? പ്രസംഗിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുവാ പുറകി വരാമെന്ന് പറഞ്ഞപ്പോ അവിടെ വ്യാപരിച്ച കൈയടിക്കാൻ വകയുണ്ടേ. ഇതിനകത്ത് ചിലരോട് ഞാൻ പറയുക, പുറകി വരാൻ പറഞ്ഞാൽ ആ സമയത്തിന് നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള സ്വിച്ച് ദൈവം ഓഫ് ചെയ്യും. അവൻ നിനക്കായി കരുതുകയാകയാൽ അവൻ നിന്റെ സകല ചിന്തകളും അവന്റെ തോളിലിട്ട് കൊടുക്കുക. പടക എന്താകുമെന്നോ, വല എന്താകുമെന്നോ, ഭാവി എന്താകുമെന്നോ, അമേൻ മുന്നോട്ടുള്ള ജീവിതം എന്തുവാകുമെന്നോ ചിന്തിക്കരുത്. പുറകെ വരാൻ പറഞ്ഞ പുറകെ വന്നോണം. അമേൻ ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങിക്കോണം. അമേൻ ആമേൻ നിൽക്കാൻ പറഞ്ഞ നിന്നോണം. ആരോടാ ഞാൻ ഇന്ന് രാവിലെ ദൂത് പറയുന്നത്? പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, അവന്റെ പുറകെ വന്നോ, അവൻ നിന്നെ അനാഥരായി വിടത്തില്ല. കൈയടിക്കുവാണെങ്കിൽ നല്ലവണ്ണം കൈയടിക്കണം. കൈയടിക്കുവാണെങ്കിൽ നല്ലവണ്ണം കൈയടിക്കണം. എന്റെ കൂടെ ഉണ്ടോ? സഹോദരിമാർക്ക് ഈ ദൂതിച്ചൂടെ കണക്ട് ചെയ്യാൻ പറ്റും. വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം അവൻ ഓഫ് ചെയ്യുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യും. ഒരു പാട്ടറിയാമോ? അനാഥനല്ല ഞാൻ, ഭാവിയെല്ലാം. കയ്യൊന്ന് ഉയർത്തിന്ന് പിടിച്ചു. കയ്യൊന്ന് ഉയർത്തിന്ന് പിടിച്ചു. അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ, അത്യുന്നതൻ തൻ തിരുമാറിൽ
അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര മോദമാ ഞാൻ വാഴുകയാ, ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് താൻ വാഴുകയാ, വാഴുകയാ, ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. എത്ര പേരോട് കർത്താവ് സംസാരിക്കുന്നു? വിളിക്കപ്പെട്ടവരാണോ? നാളത്തെ കാര്യം ദൈവം നോക്കും. ഒരാമയും പറ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന പിടി കിട്ടുന്നുണ്ട്? എന്തോ എൻ്റെ ഹൃദയം എന്തോന്ന് മനസ്സിലാകുന്നു. രണ്ടുപേര് കടലിൻ്റെ സൈഡിലിരിക്കുന്നു. വരാൻ പറഞ്ഞപ്പോൾ വന്നു. അന്ന് അവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം. വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിന്റെ ഫ്യൂച്ചർ ഗ്ലോറിയസ് ആയിരിക്കും. നന്നായി കൈയടിക്കാൻ പറ്റുന്നവർ കൈയടിച്ചോണം. നിന്റെ ഭാവി ശ്രേഷ്ഠമായിരിക്കും. ഇവിടെ ഇരിക്കുന്നവർ വിശ്വസിക്കുന്നില്ല? കൈ ഉയർത്തി ആമേൻ പറയാമോ? നിങ്ങളെ കാണുമ്പോൾ എന്തോ പറയാൻ തോന്നുകയാണ്. നമ്മുടെ ഫ്യൂച്ചർ ഭയങ്കര ഗ്ലോറിയസ് ആയിരിക്കും. കാരണം നമ്മൾ പുറകിൽ നമ്മളെ വിളിച്ചിറക്കിയത് ഇവിടുത്തെ ഏതോ പാർട്ടിയല്ല, ഇവിടുത്തെ ഏതോ വിഭാഗമല്ല, ഒരു പാസ്റ്ററല്ല, ഒരു പ്രവാചകനല്ല. നമ്മളെ ഇറക്കിയ ദൈവമാണ്. ഇങ്ങനെ കുഴഞ്ഞ് കൈ ഉയർത്തി സ്തോത്രം പറയരുത്. കൈ നന്നായി ഉയർത്തിയൊരു ആമേൻ പറ. ഒരാളെ ദൈവം വിളിക്കുമ്പോൾ ഇന്ത്യൻ ആർമിയിലെ ഒരാൾക്ക് എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതിനേക്കാൾ സുരക്ഷിതത്വം എൻ്റെ ദൈവം നിനക്ക് തരും. കൈ ഉയർത്തിയൊരു ആമേൻ പറഞ്ഞാട്ട്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോണേ. അങ്ങനെ അവൻ നടന്നു പോകുക. ഫ്രീ ആയ മോനെ വന്നോ, രണ്ടുപേര് കൂടെ വാ. അങ്ങനെ രണ്ടുപേരും അവൻ്റെ പുറകെ വരിക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും മുന്നോട്ട് പോയി. മത്തായി സുവിശേഷം ഞാൻ പറയുന്നത്. അവനെ ചിരിക്കുന്നു. അവനെ ചുവന്ന ഷർട്ട് വന്നേടാ, വന്നേടാ മോനെ, മാസ്ക് ഇട്ടൊക്കെ ഇരിക്കുന്ന ആളുവാ. ആളിന്റെ എണ്ണം കൂടുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആർക്കെങ്കിലും ഞാൻ പറയുന്ന മനസ്സ് ഓടി പോവനെ. ആളിന്റെ എണ്ണം കൂടുക. രണ്ടെണ്ണം പടകും വലയും വിട്ടിട്ട് വന്നു. അതാണ്ട് ഈ രണ്ടെണ്ണം പടകും വലയും അപ്പനെയും കൂടെ വിട്ടിട്ട് വന്നു. നിങ്ങളാരും എന്നെ വല്ലാതെ അപ്പന്മാരൊക്കെ എന്നെ നോക്കുന്നു. പാസ്റ്റർ എന്തോ പ്രസംഗിക്കുന്നു. അപ്പനെ കളഞ്ഞിട്ട് വരണമെങ്കിൽ എന്തോ പിടുത്തോ ആ വാക്കിനകത്തുള്ള. ഞാനൊരു ദൂത് പറയാം. അംഗീകരിക്കാൻ പറ്റുന്നവർ അംഗീകരിച്ചോണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു കാര്യം, എനിക്ക് ഭയങ്കര ഭാവിയെക്കുറിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി. ബൈബിൾ കോളേജിൽ പോകാൻ പറഞ്ഞവൻ പോയി. നിങ്ങൾ ചെയ്യല്ലേ, രക്ഷപ്പെടും കേട്ടോ. സെബദിയുടെ കാര്യം എൻ്റെ ദൈവം നോക്കുന്നേ. അയ്യോ, ആരോ ചോദിച്ചു പാസ്റ്ററെ സെബദി ആരാന്ന്? ദാണ്ട ഈ പുറകെ നടന്ന ശിഷ്യന്മാരുടെ അപ്പൻ്റെ പേരാ. പോയിരുന്നോ മക്കളെ? താങ്ക് യൂടാ. എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? വല്ലോ ആരെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കരുത്. നാളെ നീ തകരത്തില്ല. നാളെ ദൈവം നിന്റെ തലയെ ഉയർത്തും.
കൈ ഉയർത്തുവാണെങ്കിൽ ആമേൻ പറയണം. നാളെ നീ തകർന്നു പോകത്തില്ല. കാരണം വിളിച്ചത് LIC-ക്കാരല്ല, HDFC-ക്കാരല്ല, ഫെഡറൽ അല്ല, ആമേൻ ഫൈനാൻസുകാരല്ല. വിളിച്ച ദൈവം വിശ്വസ്തൻ. ശബ്ദം ഉയർത്തി കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടുത്തെ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ കേൾക്കേ, ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയുക. എന്നെ നിന്നെ വിളിച്ചവൻ വഴി വെച്ച് പിടിവിടത്തില്ല. ആപത്ത് അനർത്ഥം വരുമ്പോൾ ആ പിടി അവൻ മുറുക്കെ പിടിക്കും. വിശ്വസിക്കുന്നവർ കൈ ഒന്ന് ഉയർത്തി യേശുവേ എന്ന് വിളിച്ചാട്ടെ. പടകും അപ്പനെയും വലയും ഒക്കെ വിട്ടിട്ട് അവന്റെ പുറകെ പോയി. ഇന്ന് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒരാളെങ്കിലും ഉണ്ടോ? എല്ലാം വിട്ടിട്ട് യേശു അല്ലാതെ ഒരാള്, രണ്ടാള് ഉണ്ടോ? ഇങ്ങനൊന്ന് പിടിക്കാമോ? കർത്താവിന്റെ കയ്യിലാണ് നിങ്ങൾ പിടിച്ചേക്കും കേട്ടോ. ഒരു പ്രവചന ശബ്ദം പറയട്ടെ, ഒരാമയം പറയൂ. നിങ്ങളുള്ള ദൂതല്ല, പക്ഷേ ചിലർ ഇങ്ങനെ കൈ പൊക്കിക്കൊണ്ട് പറയാൻ തോന്നുക. ബലാത്കാരികൾ ഉണ്ടെങ്കിൽ പിടിച്ചോണം. അന്ന് ഈ 4 പുറകെ വരുന്ന എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി തൊട്ട് നീ മീൻ പിടിക്കണ്ട, ഞാൻ നിന്നെ മനുഷ്യനെ പിടിപ്പിക്കുന്ന ഒരാക്കും. ആമേൻ പറയണ്ട. ഇത് ഞാൻ മാവേലിക്കരയിലേക്ക് കൊണ്ടുപോകാം, കൊല്ലത്തേക്ക് കൊണ്ടുപോകാം. വിശ്വസിക്കാൻ പറ്റുന്നവരാമേൻ പറയണം. ഇന്ന് തൊട്ട് നിന്റെ മേൽ വേറൊരു താക്കോൽ ദൈവം തരും. ഇന്ന് തൊട്ട് നിന്റെ മേൽ ഈ വല ചേഞ്ച് ആകും. വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. നിന്റെ കയ്യിലിരിക്കുന്ന ടൂളിനെ ദൈവം ചേഞ്ച് ചെയ്യും. വിശ്വസിക്കുവാണെങ്കിൽ ശബ്ദം ഉയർത്തി അന്യഭാഷകളിൽ കരമൊന്ന് തട്ടി അതിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഇതിനകത്തിരിക്കുന്ന ചലനമേൽ മനുഷ്യനെ പിടിക്കാൻ ഒരു പ്രത്യേക കൃപ, ഒരു പ്രത്യേക അഭിഷേകം. ബാക്കിലൊക്കെ ചിലരുടെ മേൽ അത് വീഴുന്നു. ചിലരുടെ കയ്യിൽ ആ ടൂള് ചേഞ്ച് ആകുക, ചിലരുടെ മേൽ ആ വല ചേഞ്ച് ആകുക. കൈ അടിക്കുവാണെങ്കിൽ നല്ലവണ്ണം കൈ അടിക്കണം. ശബ്ദം ഉയർത്തുവാണെങ്കിൽ നല്ലവണ്ണം ശബ്ദം ഉയർത്തണം. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ഈ വല ചേഞ്ച് ആകുകയാണ്. വിശ്വസിക്കുവാണെങ്കിൽ നന്നായിട്ട് അതിനാമേൻ പറഞ്ഞ് സ്വീകരിക്കണം. കൈയൊന്ന് അടിച്ച് 60 സെക്കൻഡ് അന്യഭാഷകളിൽ ആമേൻ പറയണം. വല ചേഞ്ച് ആകും, വല ചേഞ്ച് ആകും. ഇന്ന് വരെ നീ ചെയ്യാത്തത് എന്തോ ഇന്ന് രാവിലെ തൊട്ട് ദൈവാത്മാവ് നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോകുകയോ. പ്രാപിക്കാമെങ്കിൽ പ്രാപിക്ക്. ടൂള് ചേഞ്ച് ആകും. ഇന്ന് വരെ ചെയ്യാത്ത എന്തോ ഒരു കാര്യം ഇന്ന് 10-20 തൊട്ട് ദൈവാത്മാവ് നിന്നെ ഏൽപ്പിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് ഇപ്പോൾ വ്യാപരിക്കുക. കൈയടിച്ച് 60 സെക്കൻഡ് നിർത്തണ്ട. ചിലരുടെ മേലത് പകരുന്നു, ചിലരുടെ മേലത് വീഴുന്നു, ചിലരുടെ മേലത് ടൂള് ചേഞ്ച് ആകുക. നിന്റെ മേലത് ചേഞ്ച് ആകുക. എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇതുവരെ ചെയ്യാത്ത ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇതുവരെ നിങ്ങൾ കൈവെക്കാത്ത, ഇതുവരെ നീ കാണാത്ത മറ്റൊരു ഡൈമെൻഷനിലേക്ക് നിന്റെ നിയോഗം ചേഞ്ച് ആകുകയോ. ഒന്നും കൂടെ ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞോണം. ജനിച്ച നാൾ തൊട്ട് ഇന്ന് വരെ ചെയ്യാത്തത് ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുക. ജനിച്ച നാൾ തൊട്ട് എനിക്കറിഞ്ഞോളൂ ഒരു ദൈവശക്തി എന്റെ ശരീരത്തിൽ നിന്ന് റിലീസ് ആകുകയാണ്. വിശ്വസിക്കുന്നവർ പ്രാപിച്ചോണം. ജനിച്ച നാൾ തൊട്ട് ഇന്ന് വരെ നീ കാണാത്തത്, ഇന്ന് നേരെ അനുഭവിക്കാത്തത് എന്തോ ഒരു പുതിയ കാര്യം എന്റെ ദൈവം നിന്നെ ഏൽപ്പിക്കുകയോ. പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുക, പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുക, സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. ഇന്ന് വരെ കാണാത്ത എന്തോ ഒരു പുതിയ ഡയമെൻഷനിലേക്ക് ഒരു 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ കൈ ഉയർത്തിയോ പിടിക്കുകയോ ചെയ്യുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഓ രാമ സന്തന പ്രവാദന,
ഈ ചർച്ചിന്റെ യങ്സ്റ്റേഴ്സിന്റെ മേൽ ഇന്നേ വരെ വെളിപ്പെടാത്ത ഒരു ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകലിൽ വെളിപ്പെടുകയോ? കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഇരിക്കുന്നവർ കൈ അടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. റസ്മ ഹർത്തിയ വാർത്താ സന്ദന പ്രവാദന. ഈ സമാരാധനയിൽ ഞാനൊരു ദൂത് പറയാ, വല ചേഞ്ച് ആകും, വല ചേഞ്ച് ആകും. ഇന്ന് വരെ നീ ചെയ്യാത്തത് എന്തോ ഇന്ന് രാത്രി തൊട്ട് ഈ നവംബർ തൊട്ട് എന്റെ ദൈവം ചെയ്യിപ്പിക്കും. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ. മോളെ, കർത്താവ് എന്നോട് പറയുന്നു, നിന്റെ ലൈഫിൽ ഇതുവരെ നീ തൊടാത്തതും ഇതുവരെ നീ സ്പർശിക്കാത്തതും ഇതുവരെ കാണാത്തതുമായ ഒരു വിളി നിന്റെ മേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യുക. 6 മാസം വിളിയുള്ളവർ കൈയടിക്കണം. വിളിയുള്ളവൻ ആമേൻ പറയണം. വിളിയുള്ളവൻ പ്രതികരിക്കണം. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കോ. ബാക്കിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ലീഡേഴ്സ് ഉണ്ടെങ്കിൽ, ഈ സഭയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓർ സ്മാർത്തിയ സന്ദനബ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് നിന്റെ വീട്ടിൽ അത് ചേഞ്ച് ആകുന്നുണ്ട്. സ്മാർത്തിയ സന്ദനബ വല ചേഞ്ച് ആകുന്നുണ്ട്. ഷാറ സന്ദന മോനെ, കർത്താവ് നിന്നെ തൊടുന്നുണ്ട്. ഓർ സ്മാർത്തിയ സന്ദനബ വല ചേഞ്ച് ആകുന്നുണ്ട്. ഒരു നിയോഗവും ഒരു ദൈവപ്രവൃത്തിയും എന്നിലൂടെ ഒരു കൂട്ടം വിടുവിക്കപ്പെടണമെന്ന് ഞാൻ മാത്രമല്ല, ഒരു ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവർ ആമേൻ പറയരുത്. ആമേൻ കുറഞ്ഞ ചിന്താഗതി ഉള്ളവർ ആമേൻ പറയരുത്. പക്ഷെ എന്നിലൂടെ അനേകം പേർ യേശുവിലേക്ക് തിരിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒറ്റ ദൂതിന്റെ മുമ്പിൽ ആമേൻ പറഞ്ഞോണം, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കോ. കൈ അടിക്കുവാണെങ്കിൽ നല്ലവണ്ണം അടിക്കണം. പ്രതികരിക്കാമെങ്കിൽ പ്രതികരിക്കുക. ഇപ്പോൾ എന്താണ് ഞാൻ പ്രസംഗിക്കുന്നത് അതാണ് ഇവിടെ വ്യാപരിക്കുന്നത്. എന്താണ് ഞാൻ ഇപ്പോൾ പ്രവചിക്കുന്നത് അതാണ് ഇപ്പോൾ വ്യാപരിക്കുന്നത്. അതാണ് നിങ്ങളുടെ മേൽ ഇപ്പോൾ വീഴുന്നത്. കയ്യൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച്, എല്ലാവരും കയ്യൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇതുവരെ നീ കാണാത്തത് വല ചേഞ്ച് ആകും. ഇതുവരെ നീ കടലും കടപ്പുറവും വലയും മീനില്ലാത്തതും മീൻ കിട്ടാത്തതും ഒക്കെയാണ് നീ കാണുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയും, വേറൊരു നിറവ് നീ കാണും, വേറൊരു ചേഞ്ച് നീ കാണും. ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം. എന്തോ ഒന്ന് തിരിച്ചിടുന്നത് പോലെ, എന്തോ ഒന്ന് മാറ്റിയിടുന്നത് പോലെ എന്റെ ജലത്തിന്റെ മേൽ ഇന്ന് പകൽക്കാല ചിലത് സംഭവിക്കുക. കൈയൊന്ന് ഉയർത്തി പിടിച്ചൊന്ന് വർഷിപ്പ് ചെയ്തു. കർത്താവ് ചിലരെ തൊടുന്നുണ്ട് കേട്ടോ. കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇവിടെയൊക്കെ ദൈവം ചിലരെ തൊടുന്നുണ്ട്. ഈ ദിവസം ടൂള് ചേഞ്ച് ആകും. വീണ്ടും കർത്താവ് എന്നോട് പറയുന്നു, കയ്യോ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചേ. ഓ, ഞാൻ ആ ശബ്ദം ഇവിടെ കേൾക്കുക. എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കമോൺ, ആ സ്ക്രീനിലേക്ക് നോക്കി ആ വാക്യത്തെ ക്ലെയിം ചെയ്താട്ടെ. ഒതുങ്ങത്തില്ല നിന്റെ ശുശ്രൂഷ, നിന്റെ മിനിസ്ട്രി തീരത്തില്ല. വിളിക്ക് 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 വിളിക്ക്. ചേഞ്ച് ചേഞ്ച് ചേഞ്ച്.
കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചു. മോനെ, നീ എൻ്റെ പുറകിലൊന്ന് നടന്നേടാ. നീ എൻ്റെ പുറകിലൊന്ന് നടന്ന്. കർത്താവിനോട് പറയുന്നു, നീ വേറെ ആരെയും പുറകെ പോകരുത്. നീ യേശുവിൻ്റെ പുറകെ നടന്നതുകൊണ്ട് നീ ഫ്യൂച്ചറിനെ കുറിച്ച് പേടിക്കണ്ട. നിന്റെ ഭാവിയെ കുറിച്ച് നീ പേടിക്കണ്ട. നാളത്തെ കാര്യത്തെ ഓർത്ത് നീ പേടിക്കണ്ട. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നീ പുറകെ ഇറങ്ങിയ ആള് കൊള്ളാകുന്നവനാണ്. അവൻ നിന്നെ അനാഥരായി വിടത്തില്ല. ഞാൻ ചിലരോട് പ്രവചിക്കുക, നിന്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആകുകയാണ്. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച, കൈയൊന്ന് ഉയർത്തി പിടിച്ചു. എത്രയോ നിന്ദകൾ, എത്രയോ ആവശ്യങ്ങൾ എന്നെ ചുറ്റും നിന്നാലും അങ്ങേ നോക്കും. കൈയൊന്ന് ഉയർത്തി പറഞ്ഞേ, എത്രയോ നിന്ദകൾ. 2012 ഇതേപോലെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. കൈയൊന്ന് ഉയർത്തി. യേശു ഇതിനകത്തുണ്ട്. എന്നെ ചുറ്റും നിന്നാലും അങ്ങേ നോക്കും. കൈയൊന്ന് ഉയർത്തി പറഞ്ഞു, എത്രയോ നിന്ദകൾ, എത്രയോ ആവശ്യം. എനിക്കറിയാം കർത്താവ് ചിലരെ കൈ പിടിക്കുന്നുണ്ട്. ദേവസ്വം ഇങ്ങോട്ട് വരാമോ? കൈയൊന്ന് ഉയർത്തി അവനെ തൊട്ടെ. എത്രയോ നിന്ദകൾ ചേർത്ത് പിടിച്ച്. കാട്ടാക്കടയിൽ വെച്ച് 2012 ഇതേപോലെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അന്ന് എൻ്റെ കയ്യിൽ ഒരാൾ പിടിച്ചു. അതേ കർത്താവ് നിന്റെ കൈ പിടിക്കുക. കൈയൊന്ന് ഉയർത്തി പിടിച്ചു. കാണാൻ നിൽക്കല്ലേ. യേശു നടക്കുന്നു, യേശു മൂവ് ചെയ്യുന്നു. ഞാൻ നിന്നെ നോക്കിയൊരു ദൂത് പറയുക, നീ വിളിക്കപ്പെട്ടവനാണ്, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിന്നെ കുറിച്ച് എൻ്റെ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. വിളിച്ചവനെ വിളി. കൈ ഉയർത്താതിരിക്കരുത്. എൻ വേലയുടെ ഞാൻ ദൈവകരം ഈ ഹോളിനകത്ത് ചലിക്കുന്നത് ശക്തമായി എനിക്കറിയാം. വേണമെങ്കിൽ ഈ ദൂതിനെ നീ പരീക്ഷിച്ചോ, വേണമെങ്കിൽ നിനക്ക് ഇതിനെ പ്രാപിക്കാം. ഇന്ന് ചിലരുടെ കയ്യിൽ അവന് തൊടുന്നുണ്ട്. കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അടുത്തൊരു 60 സെക്കൻഡ് ആ കൈ താത്തിടരുത്. എൻ വേലയുടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വിളിച്ച പ്രാർത്ഥിച്ചു. എൻ വിളിച്ചവനെ എൻ വേലൈ അന്ന് തിബര്യാസിന്റെ കടൽക്കരയിൽ വെച്ചും ഗലീലയിലെ കടൽക്കരയിൽ വെച്ചും ഇറങ്ങി വന്ന് വിളിച്ചതുപോലെ ഈ ചർച്ചിനകത്ത്
എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവം ചിലരെ വിളിക്കുന്നു. കമോൺ, ഫോളോ മീ. എൻ്റെ പുറകെ വാ, യേശുവിൻ്റെ പുറകെ വാ. എനിക്ക് ഒത്തിരി പ്രസംഗിക്കാനുണ്ട്, ഒത്തിരി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് എന്നെ ഇവിടെ വെച്ച് ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ ലൈഫിനകത്ത് ചേഞ്ചുകൾ വരുത്തുന്നു. കൈയൊന്ന് ഉയർത്തി അനുഭവിക്കുന്നവർ. വിളിച്ചവനെ ആ ബാഗിലൊക്കെ ദൈവം ചിലരെ തൊടുന്നു. ഇത്രയും പേരുണ്ടായത് കൊണ്ട് എനിക്ക് എല്ലാവരെയും തൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷെ യേശു നിങ്ങളെ തൊടുന്നുണ്ട്. കർത്താവ് നിന്റെ കൈ പിടിക്കുന്നു. കർത്താവ് നിന്റെ കൈ പിടിക്കുന്നു. ഫോളോ മീ. പിന്തുടരുക, എന്നെ പിന്തുടരുക. പിന്തുടരുക. എത്രയോ നിന്ദകൾ പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് നിന്നോട് ചോദിക്കുന്നു, എന്റെ പുറകെ വാ, യേശുവിന്റെ പുറകെ വാ. കർത്താവ് മോളെ നിന്റെ കൈ പിടിക്കുക. എന്നെ ഞാൻ ശുശ്രൂഷിക്കാം. സമയം ഇനിയുണ്ട്. പക്ഷെ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചു. കർത്താവേ, ഞാൻ ആ വാക്കിൻ്റെ പുറത്ത് എല്ലാം വിട്ടിട്ട് ഭാവിയോ വിവാഹമോ ഫ്യൂച്ചറോ ജോലിയോ, അതിൻ്റെ അർത്ഥം ഇന്ന് ജോലി കളയണമെന്നോ ഇന്ന് ശുശ്രൂഷയ്ക്ക് ഇറങ്ങണമെന്നല്ല. എല്ലാത്തിനേക്കാൾ അധികം എനിക്ക് യേശു വേണം. ഞാൻ നിന്റെ പുറകെ വരുവാ. നോക്കിക്കോളും, പൊന്നുപോലെ നോക്കിക്കോളും, കളയത്തില്ല. അവൻ നിന്നെ രോഗിയാക്കത്തില്ല. നിന്റെ കുടുംബം മുടിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. ശാപമേൽക്കാൻ അവൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അടുത്തൊരു 2 മിനിറ്റ് കൈ ഉയർത്തി ഏറ്റവും ബെസ്റ്റ് വർഷിപ്പ് ചെയ്താട്ടെ. കൈ ഉയർത്തി നിൽക്കുന്നവരടുത്ത് ഞാൻ ദൂത് പറയട്ടെ. ഇത് ആവശ്യമുള്ളവർ മാത്രം അതിനെ ആമേൻ പറയുക. നിന്റെ വലയെ ദൈവം ചേഞ്ച് ചെയ്യും. നിന്റെ ചിന്തകളെ അവൻ ചേഞ്ച് ചെയ്യും. നിന്റെ ഭാവി അവൻ ചേഞ്ച് ചെയ്യും. നീ ഇതുവരെ ചെയ്യാത്ത വേറൊരു ഡയമെൻഷനിലേക്ക് പരിശുദ്ധാത്മാവ്, കാരണം നീ വിളിക്കപ്പെട്ടവരാണ്. ഞാൻ ആ തുടക്ക സമയത്തിന് പറഞ്ഞതുപോലെ വിളി ഏതെങ്കിലും ഒരു സമയത്ത് പൊട്ടിമാറും. ഓ, അത് വഴിത്തിരിയും. കൈ ഒന്ന് ഉയർത്തി ഒരു ആമേൻ പറ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഒരാമേൻ പറഞ്ഞ
മീറ്റിംഗ് തീർന്നു. പക്ഷെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം, സമയമുണ്ട്. ഇരുന്നാട്ട് അടുത്തിരുന്ന കൈ കൊടുത്ത് പറഞ്ഞേ, നീ വിളിക്കപ്പെട്ടവനാണ്. ഒരു രണ്ടുപേർക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, നിങ്ങൾ കരയുന്നവരൊക്കെ കരഞ്ഞോണേ, ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ അനുഭവിച്ചോ. വിളിക്കപ്പെട്ടവരാണ്. ഇതിൻ്റെ ഒരു പകർച്ച ഇവിടെ നടക്കും. ഈ വിളിയുടെ ഒരു വിടുതൽ നിങ്ങളുടെ വീടുകളിൽ കാണും. ഇന്ന് പോകുന്നതിന് മുമ്പ് ഈ ദൂത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു നല്ലൊരാമയം പറഞ്ഞാട്ട്, നല്ല ശബ്ദം ഉയർത്തിയ ഒരാമയം പറഞ്ഞാട്ട്, ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇനി നിങ്ങൾ എൻ്റെ കൂടെ വരണേ. ഇത് ചിലരോട് ഇച്ചും കൂടെ ദൂത് ക്ലോസ് ആകും. ചിലർക്ക് ചിലപ്പോൾ ഒന്നും തോന്നണമെന്നില്ല, പക്ഷെ ചിലർക്ക് ഇച്ചും കൂടെ ഈ ദൂത് ക്ലോസ് ആകും. അങ്ങനെയുള്ളവരൊക്കെ ചാടിയൊക്കെ ഇങ്ങനെ നടന്ന് ഫ്രണ്ടിലോട്ടൊക്കെ വന്ന് നിൽക്കണം. ഈ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയാ, വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പി. പത്രോസ് ഈ വിളിക്ക്, എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പി. പത്രോസിന്റെ 1-2 ലേഖനത്തിൽ പത്രോസ് പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് അനുസരിച്ച് ജീവിപ്പീൻ. അതിനകത്ത് 1-2 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുമ്പോൾ പിന്നീട് അത് നിങ്ങൾക്കൊരു പ്രയോജനമാകും. നിങ്ങളത് എഴുതിയെടുക്കുകയൊന്നും വേണ്ട, അതവിടെ കിടക്കട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. ഇതാരാ പറയുന്നത്? പത്രോസാ പറയുന്നത്. ആ വാക്ക് ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്. അധികം ഉറപ്പാക്കുവിൻ, അധികം ശ്രമിപ്പീൻ. അങ്ങനെ ചെയ്താൽ എന്തോ സംഭവിക്കുന്നത്? അത് നിങ്ങളൊന്ന് പറഞ്ഞേ, എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ. ഒരു നാളും രാമയം പറയാനുള്ള വകുപ്പുണ്ടായിരുന്നു. നിന്റെ വിളി സ്ട്രോങ് ആക്കിയാൽ ഒരു നാളും ഇളകത്തില്ല. ഒരാമയം പറഞ്ഞാട്ടെ, നിന്റെ വിളി നിനക്ക് വിളിക്കകത്ത് കയറി നിന്നാൽ അത് ഒരു നാളും ഇളകത്തില്ല. ഞാൻ ആ വാക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. പത്രോസ് പറയാ, അധികം ശ്രമിപ്പീൻ. അടുത്തിരുന്ന് കൈ കൊടുത്ത് പറഞ്ഞു, വേറെ ഒന്നും ശ്രമിക്കരുത്. ഇങ്ങ് വന്നാ മോനെ, 1 മിനിറ്റ് നിൽക്കടാ, ഇങ്ങ് വാ, 1 മിനിറ്റ് ഇങ്ങ്. അവൻ ഇവിടെ നിന്നോ, താഴെ നിന്നോ. ഇവനോട് ദൂതൊന്നുമില്ല, എനിക്ക് ഇവനെ നിർത്തണമെന്ന് തോന്നി. പറഞ്ഞേ, അധികം ശ്രമിപ്പീൻ. കൈ കൊടുത്ത് പറ, അധികം ശ്രമിപ്പീൻ. FT ഇടാൻ ശ്രമിക്കണ്ട, ബിസിനസ് വളർത്താൻ ശ്രമിക്കണ്ട. ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഒറ്റ കാര്യം ശ്രമിച്ചാൽ മതി, വിളി ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അടുത്തൊരു ഒന്നും പറ, വേറെ ഒന്നും ശ്രമിക്കില്ലെന്ന് പറ. ഒന്നും കൂടെ ഒന്ന് ചോദിക്കുക, നിന്റെ എല്ലാ ശ്രമവും ഒന്ന് നിർത്താമോ? അങ്ങനെ അങ്ങ് ചോദിക്കുക. താങ്ക് യു. അങ്ങനെ തന്നെ ചിലർ പറയുന്നുണ്ട്. ഭയങ്കര വിളിയുണ്ട്, അറിയാമോ നിനക്ക്? അതാ കണ്ണ് നിറയുന്നത്. പറഞ്ഞ് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞേ, വേറെ ഒന്നും ശ്രമിക്കരുത്. ഇതാരാ പറയുന്നത്? പത്രോസാ പറയുന്നത്. പത്രോസ് 1-ലും 2-ലും ഏറ്റവും കൂടുതൽ പത്രോസിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് വിളി അനുസരിക്കുക, വിളി നോക്കുക, അത് ഉറപ്പാക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും ജീവനോടുണ്ടോ? അതിനകത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ രാമയം പറയണം, ഇങ്ങനെ ചെയ്താൽ, 2-ന്റെ താഴോട്ടുള്ള ഭാഗം പറയുന്നത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറത്തില്ല. ഒരു നല്ല രാമയം പറ. എങ്ങനെ ചെയ്താൽ പറ, എന്നെ പറഞ്ഞു തിരിച്ചതാ. എങ്ങനെ ചെയ്താൽ? വിളി ഉറപ്പിച്ചാൽ ഒരു നാളും. വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, പാടാൻ സമയമില്ല. വൻമഴ പെയ്താലും കൊടും കാറ്റ് നിനക്കെതിരെ അടിച്ചാലും വിളി ഉണ്ടെങ്കിൽ നീ ഇടറത്തില്ല. നിങ്ങൾ ചാടി എഴുന്നേക്കരുത്. എനിക്ക് 1-2 കാര്യം കൂടെ പറയാനുണ്ട്. ആമേൻ. ഒന്ന് കൈയടിച്ച് മാത്രം അതിനെ സ്വീകരിക്കണം. ഒരു പിശാചിനെ നിനക്ക് ഇളക്കി മാറ്റാൻ കഴിയത്തില്ല.
കൈ അടിക്കുവാണെങ്കിൽ നല്ലോണം അടിക്കണം. റാസ്മാർത്ഥന സന്ധന പ്രഭാതന. ഒരു ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്ക് നിന്നെ ഇളക്കാൻ കഴിയത്തില്ല. ഒന്ന് നന്നായി കൈ അടിച്ച് ആ ദൂതിനെ ഒന്ന് സ്വീകരിച്ചേ. അങ്ങനെ നിങ്ങൾ വിളിയെ ഉറപ്പിച്ചാൽ ഒരു നാളും ഇടറാതെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കും. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ, ഇങ്ങനൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിത്യരാജ്യത്തിലേക്കുള്ള വിളി നിങ്ങൾ ശരിയാക്കിയാൽ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് ധാരാളമായി. ഒന്ന് പറഞ്ഞേ ശരിയായില്ല, ഒന്ന് പറഞ്ഞേ, നന്നായിട്ടൊന്ന് പറഞ്ഞേ. എന്നെക്കാട്ടി നന്നായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. പറഞ്ഞാട്ടെ, ധാരാളമായി. ഇനി അടുത്ത കാര്യം, ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽപ്പീൻ. ഒരാമയം പറ, പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്നിട്ട് അടുത്തൊരു വാക്ക് പത്രോസ് പറയുന്നുണ്ട്, ലഭിച്ച കൃപയിൽ ഉറച്ചു നിൽപ്പീൻ. എന്നിട്ട് പത്രോസ് പറയാ, അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഒന്നുമില്ല, ഒറ്റ കാര്യമുള്ളൂ. വിളി, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മറന്നു പോകരുത്. ഇന്ന് രാവിലെ ഞാനിവിടെ വന്നത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാ. ഇവിടെ ഉണ്ടോ ജീവനോട് ആരെങ്കിലും? എന്തോ ഓർമ്മിപ്പിക്കാനാ. വിളി, തെരഞ്ഞെടുത്തവരാണ് നിങ്ങൾ, നിയോഗിക്കപ്പെട്ടവരാണ്. അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്ത കാര്യം കൂടെ. എന്നിട്ട് പത്രോസ് പറയാ, ഉത്സാഹം കഴിക്കണം. പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടണം. രാമൻ പറഞ്ഞ അടുത്തത് പറയാം. ആമേൻ. വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം കൂട്ടണം. ആമേൻ. നിങ്ങളുടെ സ്ഥിരതയോട് നിങ്ങൾ വീണ്ടും സ്ഥിരത ഉറപ്പാക്കണം. നിങ്ങളുടെ ഭക്തിയോട് വീണ്ടും നിങ്ങൾ ഭക്തി കൂട്ടണം. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ചെയ്യുന്നതെല്ലാം ഡബിളും ട്രിപ്പിളും ആക്കണം. ഇന്ന് നിങ്ങളുടെ ആവേശം അധികമായി നിങ്ങൾ കൂട്ടണം. നിങ്ങളുടെ ഭക്തി നിങ്ങൾ കൂട്ടണം. നിങ്ങളുടെ ഇന്ദ്രിയജയം നിങ്ങൾ വർദ്ധിക്കണം. നിങ്ങളുടെ വിശുദ്ധി നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഒന്ന് കൈയാടുന്ന അടിച്ച് ഇഷ്ടമല്ലാത്തൊരു ദൂത നല്ല രാമയം പറഞ്ഞാട്ടെ. അടുത്ത തോത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിഞ്ഞൂടെ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞേ, സഹോദരപ്രീതിയോട് സഹോദരപ്രീതി കൂട്ടണമെന്ന് പറ. മുഖത്ത് നോക്കി പറഞ്ഞ, സഹോദരപ്രീതിയോട് സഹോദരപ്രീതി കൂട്ടണം. എന്നിട്ട് അടുത്ത വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിലയേറിയതും അതിമഹത്തായതും വാഗ്ദത്തങ്ങൾ നൽകി എന്നെയും നിങ്ങളെയും അവൻ വിളിച്ചിരിക്കുന്നു. ഈ ദൂതിന് നിങ്ങൾ ആമേൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ഒന്നിനും ആമേൻ പറയരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, അതിമഹത്തായതും. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, വിലയേറിയത്. അപ്പൊ നിങ്ങളുടെ വിളിയുടെ പ്രത്യേകത എന്തുവാ? അതിമഹത്തായത്, വിലയേറിയത്. അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിനകത്ത് ഈ ദൂത് പറയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന പകുതി പേരും എഴുന്നേറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട്. അതും പത്രോസാ പറഞ്ഞേ. നിങ്ങളെ എന്തിനാണ് അവൻ വിളിച്ചത്? 1 പത്രോസ് 3:9 ഇങ്ങനെ പറഞ്ഞേ, അനുഗ്രഹം അനുഗ്രഹിക്കാൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. നന്നായി കൈയടിക്കണം. ആ വാക്ക് എൻ്റെ കൂടെ ഒന്ന് പറയാമെങ്കിൽ പറയണം. അനുഗ്രഹം അനുഭവിക്കാൻ എന്നെ അവൻ വിളിച്ചിരിക്കുക. കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിക്കാമോ? ഈ സമയത്തിന് ഞാൻ ചിലരോട് പ്രവചിക്കുക, ശാപം അനുഭവിക്കാനല്ല നിന്നെ അവൻ വിളിച്ചത്. നിന്റെ വിളിക്കകത്തൊരു പ്രത്യേക ദൗത്യമുണ്ട്. അനുഗ്രഹിക്കപ്പെടാൻ അവൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. കൈയൊന്ന് ഉയർത്തി, ശബ്ദം ഉയർത്തി ഒരാമേൻ പറയണം. അപ്പോ നിങ്ങളുടെ വിളിയുടെ പ്രത്യേകത എന്താണ്? പറഞ്ഞതാ. അനുഗ്രഹം അനുഭവിക്കാൻ, ശപിക്കപ്പെടാനല്ല, രോഗിയാകാനല്ല, തീരാനല്ല, ആക്സിഡന്റ് വന്ന് കുലം പൊടിഞ്ഞു പോകാനല്ല. ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുക, അനുഗ്രഹം അനുഗ്രഹിക്കാൻ, അനുഭവിക്കാൻ. കൈ ഒന്ന് ഉയർത്തി വാ തുറന്ന് പറഞ്ഞേ, അനുഗ്രഹം അനുഭവിക്കാൻ.
വിളിക്കപ്പെട്ട. നിങ്ങൾ ആരാണ്? അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം? അനുഗ്രഹിക്കുന്നവർ ആകുക. നിൽക്കുന്ന 2 പേര് നിൽക്കുക, 3 പേര് നിൽക്കുക, 4 പേര് നിൽക്കുക. ഇനി ഇരിക്കരുത്, നിന്നോ. ആവശ്യക്കാരൊക്കെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. ഇനി നിങ്ങൾ എന്നെ കേട്ടോണം. നിങ്ങളെ എന്തിനാ വിളിച്ചത്? നിങ്ങളുടെ വിളിയുടെ പ്രത്യേകത അനുഗ്രഹം അനുഭവിക്കാൻ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? മിണ്ടന്നേ. പക്ഷെ അടുത്ത കാര്യം, ഈ വാക്ക് ഇങ്ങനെ സ്ക്രീനിൽ ഇട്ടേക്കുന്നത് കൊണ്ട് പറയാതെ പോകാൻ പറ്റത്തില്ല. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങൾ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ, അയൽക്കാർ നിന്നെ മാന്തിക്കോട്ടെ, ആളുകൾ നിന്നെ ശപിച്ചോട്ടെ, പക്ഷെ നിന്റെ വിളി വേറെയാണ്, നിന്റെ മേൽ കിടക്കുന്ന നിയോഗം വേറെയാണ്, നിന്റെ മേൽ കിടക്കുന്ന ദൗത്യം വേറെയാണ്. എന്തിനാ അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? അനുഗ്രഹം അനുഭവിക്കാൻ. ഇനി അടുത്ത വാക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. മോനെ, തൊട്ട് താഴെ ഒരു വാക്യമുണ്ട്, ജീവനെ ആഗ്രഹിക്കുന്നവർ ശുഭകാലം കാണാൻ ഇച്ഛിക്കുന്നവർ. പറഞ്ഞേ, ജീവനെ ആഗ്രഹിക്കുന്നവർ ശുഭകാലം. ഒരു ജീവനെ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എനിക്ക് ആ വലത് കരം ഒന്ന് കാണണം. ഒരു ശുഭകാലം പ്രതീക്ഷിക്കുന്നവർ എത്ര പേരുണ്ട്? കൈയൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ജീവനെ ആഗ്രഹിക്കുന്നവർ, ശുഭകാലം കാണാൻ ഇച്ഛിക്കുന്നവർ. കൈ ഉയർത്തിപ്പിടിച്ച്. ചില സ്ഥലത്ത് നീ മിണ്ടല്ലേ കേട്ടോ, ചിലയിടത്ത് നീ പ്രതികരിക്കല്ലേ കേട്ടോ, ചിലർ നിന്നോട് അടിക്ക് വരുമ്പോൾ നീ തിരിച്ചടിക്ക് പോകല്ലേ കേട്ടോ. കാരണം നിന്റെ വിളി എന്തുവാ? അനുഗ്രഹം. ഈ അനുഗ്രഹം ഓപ്പൺ ആകണമെങ്കിൽ, നിന്റെ മേലൊരു ജീവൻ വരണമെങ്കിൽ, നിന്റെ മേൽ ഒരു നിയോഗം തുറക്കണമെങ്കിൽ, ഈ വാക്യം ഒന്ന് സഭ ഒന്ന് വായിച്ചാട്ടെ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും, ആമേൻ പറഞ്ഞാട്ടെ, വ്യാജം പറയാതെ നല്ലൊരു ആമേൻ പറഞ്ഞ ഞാൻ നിർത്താം. വിളിയുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ വിളിക്കകത്തുള്ള ബ്ലെസ്സിങ്ങുകൾ ഓപ്പൺ ആകണോ? ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇനി പത്രോസിന്റെ 1:15 ഒന്നും കൂടെ പറയാം. പണ്ട് നിങ്ങൾ അജ്ഞാന കാലത്ത്, അറിവില്ലാത്ത കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ വിട്ടുകളയുക. വിളിക്കപ്പെട്ടവർ എന്തോ ചെയ്യണം? നിങ്ങളുടെ അറിവില്ലാത്ത കാലത്ത്, അജ്ഞാത കാലത്ത് നിങ്ങൾ താലോലിച്ച ചിലത് വിളിക്കപ്പെട്ടവർ എന്തോ ചെയ്യണം? അത് 15ാമത്തെ വാക്യം മോനെ ഇടാമോ? 1 പത്രോസ് 1:15. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. സഭ ഈ വാക്യം ഒരുമിച്ച് ശബ്ദമുയർത്തി വായിക്കണം. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും. ഒന്നുകൂടെ വായിച്ചാട്ടെ. അപ്പോൾ എന്നെ വിളിച്ചതാരാ? അവൻ്റെ പേര് ഹോളി എന്നാണ്. മോളെ, കൈ ഉയർത്തി വാ തുറന്നു പറഞ്ഞ് ഹോളി. ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞേ, എന്നെ വിളിച്ച ദൈവം, അവൻ ലോകത്തിൽ അങ്ങനെ ഒരാളില്ല. അവൻ്റെ വിളിയുടെ പ്രത്യേകത അത് വിശുദ്ധ വിളിയാണ്. അച്ഛൻ്റെ പേരെന്തുവാ? ബാബു. മോനെ, നിന്റെ പേരെന്തോടാ? സാമ. മോനെ, വീട്ടിൽ എന്തോ വിളിക്കുന്നേ? സാമ എന്ന് വിളിക്കുമ്പോൾ നീ എന്തോ ചെയ്യും? പറയടാ. വിളിയൊക്കെ ഓടി വരും. പക്ഷെ ദൈവം നമ്മളെ വിളിച്ചത്, ആ വിളിയുടെ പ്രത്യേകത, ആ കോളിംഗ് വിശുദ്ധമാണ്. 5 പേർക്കെങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങളുടെ കോളിങ്ങിന്റെ പ്രത്യേകത അത് വിശുദ്ധമാണ്. ഒന്ന് കൈ ഉയർത്തി ഒന്ന് പിടിച്ച് ഹോളി എന്ന് പറഞ്ഞ്, ഹോളി 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 പരിശുദ്ധനെ. കൈ ഒന്ന് ഉയർത്തി ഒന്ന് വിളിച്ച്, Are you Lord God Almighty? Holy, holy, are you Lord God Almighty? Worthy is the Lamb.
കൈയൊന്ന് ഉയർത്തിയെന്ന് പറഞ്ഞു. Worthy is the Lamb. You are holy, holy. നിങ്ങളുടെ വിളിയുടെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. Are you Lord God Almighty? Worthy is the Lamb. Worthy is the Lamb. ഫുള്ള് വർഷിപ്പ് ടീം ഒന്ന് കയറി നിൽക്കാം. ഒരു മിനിറ്റ്. ഒരു കാര്യം പറയാം, നിങ്ങൾ അബദ്ധം പറ്റി കയറിയതല്ല. നല്ലൊരു ആമേൻ പറഞ്ഞ, നിങ്ങളൊരു ആക്സിഡന്റ് പറ്റിയ ആളല്ല. അങ്ങനെയാണ് ഞാൻ ദൂത് പറയാം. ഈ ദേശത്തിലെ പൈശാചിക ലോകം കേൾക്കെ വിളിക്കപ്പെട്ടവരെടുത്തൊരു ദൂത് ഞാൻ പറയും. ആമേൻ പറയാൻ പറ്റുന്ന ഒരു ആമേൻ പറയണം. കാൺമീൻ, യോഹന്നാന്റെ സുവിശേഷം 3:1 ഞാൻ ഇപ്പൊ പറയുന്നത്. കാൺമീൻ, നിങ്ങൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ്. ഈ ഒറ്റ വാക്യം ആമേൻ ആരാധിച്ച് വീട്ടിൽ പോകാനുള്ള ദൂതുണ്ട്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. പ്രഭാസാന്തര പ്രഭാതന, ഈ ദൂത് പറഞ്ഞ് ഞാൻ ഇതിനകത്ത് ചിലരെ തുറന്നു വിടാൻ പോകുക. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. സകല പൈശാചിക ലോകം കാണുക, ഇവർക്കെതിരെ വിരൽ ചൂണ്ടി ഞാൻ പറയുകയാ, നീ വിളിക്കപ്പെട്ടവനാണ്. കാൺമീൻ, കാൺമീൻ. റസാതന സ്വർഗം പറയുന്നു. ആമേൻ. ഇവിടുത്തെ പൈശാചിക ലോകത്തോട് പറയുന്നു, കാൺമീൻ, കാൺമീൻ. ആരെ നോക്കി? നിങ്ങളെ നോക്കി പറയുന്നു, കാൺമീൻ, കാൺമീൻ. ചുറ്റും ഒന്ന് നോക്കിക്കോ, ചുറ്റും ഒന്ന് നോക്കിക്കോ, ചുറ്റും ഒന്ന് നോക്ക്, അടുത്തിരിക്കുന്നവരെ നോക്ക്. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ അടുത്തിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം കാൺമീൻ. ആമേൻ. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവിന്റെ സ്നേഹം കാണണമെങ്കിൽ അടുത്തിരിക്കുന്ന ബാബുച്ചാനെ നോക്ക്. പിതാവിന്റെ സ്നേഹം കാണണമെങ്കിൽ അടുത്തിരിക്കുന്ന ഷേർലിയാന്റെ നോക്ക്. പിശാചിനെ നോക്കി ഞാൻ പറയാ, കാൺമീൻ, കാൺമീൻ. പിതാവ് എത്ര വലിയ സ്നേഹം കാണിച്ചിരിക്കുന്നത്. എന്നെ ഇങ്ങനെ ആക്കിയ ഒരു വിളിയുണ്ട്. പ്രവാദന, എന്നെ ഇങ്ങനെ മാറ്റിയ ഒരു വിളിയുണ്ട്. ആരെങ്കിലും അഭിഷക്തന്മാർ എന്റെ കൂടെ ഉണ്ടെങ്കിൽ വാ തുറന്ന് പറ, കാണുക പിശാചേ, കാണുക പിശാചേ, കാണുക രോഗശക്തിയെ, കാണുക ഇരുട്ടിന്റെ വ്യാപാരമേ. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. ആമേൻ. ലോൺ എടുത്ത് ഞങ്ങളെ വിളിച്ചതല്ല, CC ഇട്ട് വിളിച്ചതല്ല. ആമേൻ, ആമേൻ, ആമേൻ. മീൻ കൊടുത്ത് മേടിച്ചതല്ല. ആമേൻ. പൈസ കൊടുത്ത് വാങ്ങിയതല്ല. പിതാവ് കാണിച്ച സ്നേഹമാണ്. കൈ അടിക്കുവാണെങ്കിൽ നല്ലവണ്ണം അടിക്കണം. രക്തം തന്ന് വീണ്ടെടുത്തൊരു തലമുറയാണ്. ഒരു ദൈവശക്തി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. പിടിക്കാമെങ്കിൽ പിടിച്ചോണം, പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോണം. ഈ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ചിലർ വിടുവിക്കപ്പെടാൻ പോകുക. പിശാചേ, കാൽവറി ക്രൂശ് ഞാൻ കാണിക്കുകയാണ്, കാൽവറി ക്രൂശ് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കാൺമീൻ, പിതാവ് ഞങ്ങൾക്ക് വേണ്ടി കാണിച്ച സ്നേഹം. എന്റെ കൂടെ ഉണ്ടോ? കാൺമീൻ, കാൺമീൻ. കൈയൊന്ന് ഉയർത്തി പറ, കാൺമീൻ. രോഗശക്തി കണ്ടോണം, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ കണ്ടോണം, മന്ത്രവാദങ്ങൾ കണ്ടോണം, നിന്റെ വഴിയെ തടഞ്ഞ വ്യാപാരങ്ങൾ കണ്ടോണം. പ്രതികരിക്കാമെങ്കിൽ വായികൾ തുറന്ന് അന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ചോണം. ഇപ്പോൾ ചിലത് പൊട്ടി മാറുകയാ, ഇപ്പോൾ ചിലത് അഴിഞ്ഞു മാറുകയാ. ഇന്ന് ചിലത് കണ്ടോണം. ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നോ മോർ ഡിലേ, നോ മോർ ആക്സിഡന്റ്, നോ മോർ. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. ആലപ്പുഴയിൽ സ്വർഗം ഇന്ന് രാവിലെ പറയാ, കാൺമീൻ, കാൺമീൻ. ഓ സാറാ ധരബ,
കാൺമീൻ. പിശാചൻ നീ കണ്ടോ? രക്തം ചൊരിഞ്ഞ് വിലയ്ക്ക് വാങ്ങി താണ്ട ഒരു തലമുറയെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നീ വിളിക്കപ്പെട്ടവനാണ്. കൈയൊന്ന് ഉയർത്തി പറഞ്ഞ് കാൺമീൻ. കൈയൊന്ന് ഉയർത്തി പിടിച്ച് ഞാൻ ദൈവ മകനാകാൻ, ദൈവ മകളാകാൻ, ഞാൻ പ്രിയമുള്ളവനാകാൻ പിതാവ് കാണിച്ച സ്നേഹം എത്ര വലുതാണ്. ഒറ്റ ചോദ്യം, ഇങ്ങനെ വിളിക്കപ്പെട്ടവരാണ് അവിടെ ഇരിക്കുന്നത്? കൈ കാണിച്ചാട്ടെ. നിങ്ങളുടെ വിളിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ? ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുന്നത്തില്ല. ഒരാമേൻ പറയണം. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, പ്രതികരിക്കാമെങ്കിൽ പ്രതികരിക്കുക. ആമേൻ. എഴുന്നേറ്റ് നിന്ന് ആമേൻ പറയാമെങ്കിൽ ആമേൻ പറ. ഇന്ന് ഞാൻ ചിലതിനെ ആത്മാവിൽ അതിനെ ബന്ധിക്കുക. കൈ ഉയർത്തി ആമേൻ പറ. കൈ അടിച്ചാമേൻ പറ. ശബ്ദം ഉയർത്തി ആമേൻ പറ. കാൺമീൻ. തലയിലോട്ട് കൈവച്ച് പറഞ്ഞേ. തലയിലോട്ട് കൈവച്ച് പറഞ്ഞു, ഞാൻ വിളിക്കപ്പെട്ടവനാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ നിയോഗമുള്ളവനാണ്, ഞാൻ അബദ്ധത്തിൽ വന്നവനല്ല. രക്തം ചൊരിഞ്ഞ് എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. ആമേൻ. പിതാവിന്റെ സ്നേഹമാണ് ഞാൻ. പറഞ്ഞേ, പിതാവിന്റെ സ്നേഹമാണ് ഞാൻ. പിതാവിന്റെ സ്നേഹമാണ് ഞാൻ. തലയിലോട്ട് കൈവച്ച് പറ, പിതാവിന്റെ സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൂത് പറയട്ടെ. കാൺമീൻ. ഇവിടെ നോക്കി തരനെ നോക്കി പറയട്ടെ. കാൺമീൻ. ഒരാമേൻ പറ. പിതാവ് നമുക്ക് വേണ്ടി ചെയ്തത് ഒരാൾ പോലും മറന്നു പോകരുത്. ഒരാമേൻ പറയാം. ഒറ്റ ദൂത് പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചു. നിന്റെ മേൽ വിളിയുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതിനെ പൊട്ടിച്ചു കളയാൻ ഇന്ന് നിങ്ങളുടെ മേലൊരു അഭിഷേകം ദൈവം ഇടും. നിന്റെ വിളിയുടെ ശക്തിയെ നീ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ ഇതുവരെ കാണാത്തൊരു വിടുതൽ നിന്റെ ശരീരത്തിൽ ഇന്ന് പകൽക്കാലം ദൈവം തുറക്കാൻ പോവുകയാണ്. ഒരു 3 മിനിറ്റ് എനിക്ക് തരണം. ആ വാക്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ വിളിച്ചു പറയണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം. എനിക്ക് ആ വാക്ക വേണ്ടത്. ശബ്ദം ഉയർത്തി പറയണം. ഇവിടെ ഇരിക്കുന്നവർ പറയണം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവൻ. പറഞ്ഞാട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നവർ നിർണയപ്രകാരം. Come on, speak it out. പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞേ, നിർണയപ്രകാരം. വാ തുറന്ന് പറഞ്ഞേ. മോനെ, എന്റെ വിളിയുടെ പ്രത്യേകത എന്തുവാ? അബദ്ധം പറ്റിയതല്ല, എഴുതി കൂട്ടി നിർണയിച്ച് എന്നെ വിളിച്ചു കേട്ടിരിക്കുക. പ്രതികരിക്കാമെങ്കിൽ പ്രതികരിക്കാം. ഇപ്പോൾ ചില വിളിയുടെ ശക്തി ചില ശരീരങ്ങളിൽ വ്യാപരിക്കുക. ഇപ്പോൾ ചില രോഗശക്തികൾ കൈ അടിക്കുകയാണെങ്കിൽ നല്ലവണ്ണം കൈ അടിക്കണം. ചിലത് പൊട്ടുന്നു, ചിലത് ആഴിയുന്നു, ചില ബന്ധനങ്ങൾ, ആമേൻ, ചില അടഞ്ഞ വഴികൾ. സാധന പ്രവാദന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇവിടുത്തെ ഇരുട്ടിന്റെ മേഖലകൾ കേൾക്കെ സഭ ഒരുമിച്ച് പറഞ്ഞ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവൻ. പറ 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 ഒന്നുകൂടെ പറഞ്ഞേ. ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞേ. ആ സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് പറഞ്ഞേ. ആമേൻ. പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ. നീ ആരാന്നാ ഞാൻ പറയുന്നേ? നീ ആരാ? നിർണയപ്രകാരം. ഇതിന്റെ വാക്ക് ഞാൻ പ്രസംഗിക്കണോ?
വേണ്ട. നിങ്ങൾക്കറിയാം അബദ്ധം പറ്റിയോ, ആക്സിഡന്റ് ആയോ, ഒരു ഗതികേട് കൊണ്ട് കേറിയ ആളല്ല, നിർണയിച്ച് ഇത് മനസ്സിലാക്കി നീ കൈയടിക്കുക. ഈ സെക്കൻഡിൽ നിന്റെ ശരീരത്തിൽ ഒരത്ഭുതം സംഭവിക്കുക. ഓ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. എന്നോട് എങ്ങനാന്ന് ചോദിക്കരുത്. എങ്ങനാന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. വിളിക്കപ്പെട്ടവനാണോ? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണോ? എങ്ങനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബൈബിൾ പറയുന്നു, വാക്യം പറയുന്നു, ഞാൻ അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുക. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇന്നുള്ള നിന്റെ തകർച്ച നന്മയായി വരാൻ പോവാ. വിശ്വസിക്കുന്നവരാമേൻ പറ. ഇന്ന് നീ അനുഭവിക്കുന്ന നിന്റെ കണ്ണീര്, ഇന്ന് നീ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നാളത്തെ നന്മയായി മാറാൻ പോകുകയോ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? പാസ്റ്റർ, ഈ ചർച്ചിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ. കൈ കാണിക്കാം, കൈ കാണിക്കും. ദൂത് പറയാം. 1 2 3 കൈ കാണിച്ച്. അത് ഓൾറെഡി മനസ്സിലായി, ദൂതുണ്ട്. കൈ ഉയർത്തിയെന്ന് കാണിച്ചു. എങ്ങനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്കും അറിഞ്ഞൂടല്ലോ. പക്ഷെ അവസാനം നന്മയാവും. എങ്ങനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നന്മയാകുന്ന എങ്ങനാന്നറിയാം മച്ചാ? എനിക്കൊരു വിളിയുണ്ട്. എൻ്റെ മേൽ നിർണയപ്രകാരം എന്നെ വിളിച്ചേക്കുന്നത്. ഞാനൊരു ദൂത് പറയാം. ഒന്ന് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറയാം. എനിക്ക് എങ്ങനാന്നോ നാളെ എന്താകുമെന്നോ ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ഒരു ഉറപ്പുണ്ട്, നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. കൈകളെ നിർത്തി സഭയെ നോക്കി പറഞ്ഞ്, ഇന്ന് നീ അനുഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ ദൂത് ഒരു 10-15 പേരോട് പറയാതെ പോകാൻ പറ്റത്തില്ല. ഞാൻ ഈ ദൂത് പറയുമ്പോൾ അങ്ങനെയുള്ളവർ നടന്ന് മുമ്പിൽ വരികയോ, ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ഈ ദൂതുമായി 2 മിനിറ്റ് കൊണ്ട് ആ ദൂത് ഞാൻ പറയുമ്പോൾ അത് കണക്റ്റഡ് ആകുന്നവർ മുമ്പിലോട്ട് വന്ന് നിൽക്കണം. എന്നിട്ട് ഇരിക്കുന്നവർ നിൽക്കുന്നവരൊക്കെ കൈ ഉയർത്തി പിടിക്കണം. ഇങ്ങ് വന്നേ, ഈ ഉദാഹരണം പറയാൻ പറ്റിയ ആൾ വാ, വന്നോ. ഈ യേശു ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ നോക്കിക്കോണേ, ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ശിഷ്യന്മാരുടെ പേര് പറഞ്ഞപ്പോൾ ഒന്നാമൻ പത്രോസ്. ഒന്ന് പറഞ്ഞേ, ഒന്നാമൻ. അബദ്ധം പറ്റിയതാണോ? പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു. അത് നിർണയപ്രകാരമുള്ള പറച്ചിലായിരുന്നു. ശിഷ്യന്മാരുടെ പേര് എഴുതിയപ്പോ യോഹന്നാന്റെ പേര് ഒന്നാമത് എഴുതിയില്ല, ഫിലിപ്പോസിന്റെ പേര് ഒന്നാമത് എഴുതിയില്ല. ഓക്കെ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒറ്റ പേര് ആദ്യം എഴുതി, ഒന്നാമൻ നീ തന്നെ. പക്ഷെ ഒന്ന് ഇറങ്ങിപ്പോയ അവിടെ നിന്നോ. ഒന്നാമനാകണ്ട, ഇപ്പൊ ഒത്തിരി പുറകില്ല. ചിലര് പറഞ്ഞു കോഴി കൂവിയപ്പോ തള്ളി പറഞ്ഞു, യേശുവിനെ കളഞ്ഞിട്ട് പോയി. ഒന്നാമനാകണ്ടവനാ. ആരെങ്കിലും ജീവനോടുണ്ടോ? പക്ഷെ ഇപ്പൊ എവിടാ? ഒന്നാമനും അല്ല. ഇപ്പം യേശു ഒരു ജേഴ്സി ഇട്ട് കൊടുത്തത് ഒന്നാമത്തെ ജേഴ്സിയാ. ബാക്കിൽ എത്ര? 1. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോ ഇപ്പൊ ഇവൻ ഇട്ടിരിക്കുന്നത് 100, 500, 1000 ഒക്കെയാ. പക്ഷെ സാരമില്ല, പറഞ്ഞത് പ്രവാചകനല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. ഉയർത്താമെന്നും അഭിഷേകം ചെയ്ത് മാനിക്കാമെന്നും എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും പറഞ്ഞത് എന്റെ ദൈവമാണെങ്കിൽ സാഹചര്യം നോക്കണ്ട, അവസ്ഥ നോക്കണ്ട, ഞാൻ നിന്നെ പുറത്തെടുക്കോ.
അന്ന് അവൻ ഡിക്ലെയർ ചെയ്തു, ഒന്നാമൻ പത്രോസ്. ഇപ്പൊ എവിടെയാ? പുറകിൽ, ഒത്തിരി പുറകിലല്ലേ, ഒത്തിരി ബാക്കില്ല. പക്ഷേ വന്നേ, ഇവൻ പോയാൽ ഒരു 10 പേരെയും കൊണ്ട് പോകും. പക്ഷെ ഇവൻ ഒന്നാമനായാൽ 10 പേരെയും കൊണ്ട് പോത്തില്ല, ഇവൻ ഒരു 3000 കൊണ്ട് തിരിച്ചു വരുത്തോളൂ. പോയാൽ 10 പേരെ കൊണ്ടുപോകുന്നവൻ തിരിച്ചു വന്നപ്പോൾ അവൻ ഒന്നാമനായ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുന്നേറ്റ് നിന്നു. മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടോ? സ്വർഗം പറഞ്ഞതാ. ഞാനിത് ആരോടാ പറയുന്നത്? സ്വർഗം ഡിക്ലെയർ ചെയ്തതാ. ദൈവം നിനക്ക് വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ വഴി തുറക്കൂ. ഇനി നോക്ക് പത്രോസേ, ഈ അനുഭവിച്ചവനല്ലേ അത് പറയാൻ പറ്റത്തുള്ളൂ. എന്തിനാണ് ഈ 1-ാം ലേഖനത്തിലും 2-ാം ലേഖനത്തിനും വിളി തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്ന് പറഞ്ഞേ? എൻ്റെ പൊന്നു സാറേ, എനിക്ക് അതല്ലാതെ വേറൊന്നും അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിലൊരു വിളി ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ട ആളാ, എവിടെയോ തകർന്നു പോകേണ്ട ആളാ. അതുകൊണ്ട് ഞാൻ സഭയോട് പറയാ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികമായി ഉറപ്പാക്കുവേ. മാറി മാറി പത്രോസ് പറഞ്ഞു. 1-ലും പറഞ്ഞു, 2-ലും പറഞ്ഞു. കാരണം എന്തുവാ? ആ വിളി എന്നെ മാറ്റിയത്. ഇത്രയും മനസ്സിലായവരുണ്ടോ? പിടികിട്ടിയവരുണ്ടോ? നിങ്ങൾക്കൊരു വിളി ഉണ്ടെങ്കിൽ എത്ര പുറകിലാണെങ്കിലും ദൈവത്തിന് നിന്നെ തിരിച്ചു കയറ്റാൻ കഴിയും. ഒരഭിഷക്തൻ എന്ന നിലയിൽ ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാസ്റ്റർ, ഞാൻ ഇന്ന് ഒത്തിരി പുറകിലാണ്. പക്ഷെ ശക്തമായ വാഗ്ദത്തങ്ങൾ എനിക്കുണ്ട്. പക്ഷേ അത് നടക്കുമെന്നോ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ എന്നെ ദൈവം മുമ്പിൽ കൊണ്ടുവരും. എൻ്റെ വിളി എനിക്കറിയാം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളവർക്ക് ഫ്രണ്ടിൽ വരാമോ? ഒത്തിരി പുറകിലാണോ നിങ്ങൾ? ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിക്കാം. ഞാൻ ഈ അന്തരീക്ഷത്തിൽ തിബരിയാസിന്റെ കടൽക്കരയിൽ വെച്ച് പത്രോസ് വന്ന് നിൽക്കുന്നൊരു രംഗം പോലെ ഒറ്റ ചോദ്യം തുറന്നാൽ ആ വിളി നിന്റെ മുമ്പിൽ അൺലോക്കാകും. ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലായിടത്തും ഞാൻ ചോദിക്കുക, നിന്റെ വിളിയിലേക്ക് കയറാൻ ഒരു ഡോറുണ്ട്. അത് ലവ് ആണ്, സ്നേഹമാണ്. കൈ ഉയർത്തി, അപ്പാ ഇവയിലധികമായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. പിന്നെയും പത്രോസിനോട് ചോദിച്ചു, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമതും ചോദിച്ചു, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഓ കർത്താവേ, നീ സകലതും അറിയുന്നു. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിക്കാം. ഈ ദൂത് ഇവിടെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് കർത്താവ് തന്നതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും എഴുതി ഒരു സഭയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന ദൂത് വേറെയില്ല. അതുകൊണ്ട് എനിക്ക് ഈ ദൂതിനകത്തൊരു ഭയങ്കര ഉറപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനിത് ഇതിൻ്റെ ഒരു ഭാഗം ചർച്ചിൽ പറഞ്ഞെങ്കിലും എന്നോട് എന്നെ ഈ മീറ്റിങ്ങിനെ വിളിക്കുമ്പോൾ കർത്താവ് തന്നത് കേട്ട ശബ്ദം. അത് ഇവിടെ ഒത്തിരി വിളിക്കപ്പെട്ടവരുണ്ട്. കൈ ഉയർത്തി ഒരു 3 മിനിറ്റ് കൂടെ കർത്താവിന് കൊടുത്തു. സ്നേഹിച്ചാൽ മതി. കർത്താവിന്റെ കൈ ചിലരെ തോന്നുന്നു. പുതപ്പുകൾ വീഴുന്നു, ദൗത്യങ്ങൾ വീഴുന്നു.
കണ്ണ് നിറയുന്നവരുടെ കൈ ഉയർത്തിപ്പിടിച്ച് love you, Jesus. ഓ Love you. ഒത്തിരി പേരെ കർത്താവ് ഇങ്ങനെ സ്പർശിക്കും. I love you. രേഷ്മ, I love രേഷ്മ. Jesus. അവനെ കൊണ്ടുവന്നേ. Love you. അവനെ കൈ ഒന്ന് ഉയർത്തി പിടിച്ചിടണം. Love you. എന്നെ നോക്കിയേ, എന്നിട്ട് പറഞ്ഞ അപ്പാ എനിക്ക് നിനക്ക് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. Love you, Jesus. യേശുവിന്റെ നാമത്തിൽ സ്നേഹിക്കുന്നേ അങ്ങേ മാത്രം എൻ ദൈവമേ, എൻ ഈ യേശുവേ. അന്തരീക്ഷത്തിൽ വലിയ പകർച്ചകൾ നടക്കും. സ്നേഹിക്കുന്നേ അങ്ങേ മാത്രം എൻ ദൈവമേ, എൻ യേശുവേ. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ. അങ്ങേ മാത്രം ഒത്തിരി പേരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഓ സ്നേഹിക്കും. സ്നേഹിക്കുമ്പോൾ ഒരു ഡോർ തുറന്ന് നീ കേറുന്നത് പോലെ നിന്റെ വിളിയിലേക്ക് നീ കയറും. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അമ്മയുടെ ഉദരത്തിൽ ഒരു പൊട്ടു അമേൻ വീഴുന്നത് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്തോ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ഞങ്ങളെ വിളിച്ചിരിക്കുവാണല്ലോ. ഈ സഭയെ ദൈവം വിളിച്ചിരിക്കുവാണല്ലോ. ഇപ്പോൾ അത് കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇപ്പോൾ അത് ഞങ്ങളുടെ മേൽ വീഴട്ടെ, അത് വീഴട്ടെ, അത് ഞങ്ങളുടെ മേൽ പകരട്ടെ. കൈയൊന്ന് ഉയർത്തി 60 സെക്കൻഡ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് പകരട്ടെ. ഈ അന്തരീക്ഷത്തിൽ നീ എവിടെ ഇരുന്നാലും ഈ ദൂത് നിന്റെ മേൽ വീഴുന്നു. Come on, let's worship. ഒരു നല്ല 2-3 മിനിറ്റ് നല്ല വർഷിപ്പ് കൊടുത്താട്ടെ. Worship.